സാധാരണ ഇതിൽ പ്രഭാഷണം നടക്കാറുണ്ട്. അപ്പം അതിലൂടെയൊക്കെ ഈ ചരിത്രം നമുക്കെല്ലാവർക്കും ഏകദേശം അറിയാം. അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീകളെന്ന നിലയ്ക്ക് പ്രത്യേകിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട്. അതെന്തൊക്കെ സംഗതിയാണ് എന്നതാണ് നമ്മൾ ഇന്ന് വർത്തമാനം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. വിശുദ്ധ ഖുർആനിൽ വഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅത്തിൽ തഖത ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ് വഉഖറാ കാഫിറ യറൂനഹും മിസ്ലൈഹിം റഅയൽ അയ്ൻ എന്ന് തുടങ്ങുന്ന ഭാഗമുണ്ട്. അത് ആയത്ത് തുടങ്ങുന്നത് അത് കാന ലക്കും ആയത്തുൻ, നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. ഫി ഫിഅത്തൈൻ ഇൽതഖത, അന്ന് ഏറ്റുമുട്ടിയ ആ രണ്ട് സംഘങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് ഖുർആൻ. അപ്പം എന്തൊക്കെ പാഠങ്ങളാണ് ബദർ യുദ്ധത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനുള്ളത് എന്നതാണ്. ബദർ യുദ്ധം പെട്ടെന്ന് സംഭവിച്ച ഒരു സംഗതിയല്ല. അതിന് കേവലം ചരിത്രപരമായ ഒരു കാര്യം എന്നതിനപ്പുറം യഥാർത്ഥത്തിൽ ബദറിലേക്ക് എത്തുന്നത് ദീർഘമായ ഒരു സഞ്ചാരത്തിലൂടെയാണ്. ഒരു ആത്മീയമായ സഞ്ചാരം അതിലൂടെ നടന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബദർ വലിയൊരു പരീക്ഷണവും കൂടിയായിരുന്നു. ഇസ്ലാമിക ജീവിതത്തിൽ നമ്മൾ ഒക്കെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഈ ബദറിന്റെ പോരാളികളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴും അവർ നമ്മളെ പോലുള്ള മനുഷ്യരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആണുങ്ങളാണ് അതിൽ പങ്കെടുത്തത്, പുരുഷന്മാരാണ്. സ്ത്രീകൾ മദീനയിലുണ്ട്. അപ്പൊ ഇവരൊക്കെ സാധാരണ മനുഷ്യരാണ്. നമ്മുടെ അത്രയും കഴിവില്ലാത്തവരാണ് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ. ശാരീരികമായി അതല്ലെങ്കിൽ വൈജ്ഞാനികമായി ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അവരിൽ വലിയൊരു ഭാഗവും അങ്ങനെയുള്ള ആളുകൾ പോലുമല്ല. സാധാരണ മനുഷ്യർ എന്ന് നമുക്ക് പറയാം. ഈ സാധാരണ മനുഷ്യർക്ക് എവിടെ നിന്നാണ് ഇത്ര വലിയ ഇച്ഛാശക്തി ലഭിച്ചത്? ഒരു വലിയൊരു സംഘത്തെ പരാജയപ്പെടുത്താൻ കഴിയും വിധം അവർക്ക് ഈ ഊർജം എവിടെ നിന്നാണ് കൈവന്നത്? ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു അന്വേഷണം. നമ്മളും ജീവിക്കാറുണ്ട്. നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ പല കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരാറുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ്. എനിക്ക് വയ്യ, പറ്റണില്ല. തറാവീഹ് നിസ്കാരം പോലും റക്അത്ത് ദീർഘിക്കുകയാണോ എന്നൊക്കെ ആശങ്കയുണ്ട്. ഒന്നിനും പറ്റണില്ല. ചൂടാണ്, വെയിലാണ്, ബുദ്ധിമുട്ടുകളാണ്. ഇങ്ങനെ ഒരുപാട് പരാതികളും പരാധീനതകളുമാണ് നമ്മുടെ ജീവിതം പലപ്പോഴും. അപ്പൊ ഇവരെ എങ്ങനെയാണ് ബദറിലേക്ക് വന്ന ആളുകൾ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാധാരണയുള്ളൊരു പ്രകൃതം തന്നെ യുദ്ധയാത്രകളിൽ പ്രത്യേകിച്ചും കൂടെയുള്ളവരോട് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് പറയാറില്ല. ആരുമായിട്ടാണ് ഏറ്റുമുട്ടുന്നതെന്നൊന്നും പറയാറില്ല. യുദ്ധയാത്രയാണെന്ന് മിക്കവാറും പറയും. ഇതിനകത്തായിട്ട് അതും ഉണ്ടായിട്ടില്ല എന്നാണ് പരാമർശം. ഒരു യുദ്ധയാത്ര പോലുമായിട്ട് പറയുന്നില്ല. പിന്നീടാണ് വഴിമധ്യേ അവരങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ഈ തീരുമാനം എടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് കൂടി ആലോചിക്കുന്നുണ്ട്. അവിടെ നിന്ന് എല്ലാവരെയും ഒന്ന് വിളിച്ചു കൂട്ടിയിരുത്തി, സഹാബാക്കളെല്ലാം കൂട്ടിയിരുത്തി അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആലോചന നടത്തുകയാണ്. ഇതാ നമ്മുടെ മുന്നിൽ. അതിൻ്റെ ഇടയ്ക്ക് കുറേ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ കടന്നു വന്ന കച്ചവട സംഘം മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന അബൂജഹലും സംഘവും അവര് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് അറിഞ്ഞിട്ടും നബിയെയും സഹാബാക്കളെയും ആക്രമിക്കണമെന്ന തീരുമാനത്തിൽ അവരിങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുന്നിൽ ഒരു യുദ്ധം വന്നു നിൽക്കുന്നു എന്നാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചോദിക്കുമ്പോൾ നമുക്കറിയാം, യാതൊരു മുന്നൊരുക്കവും ഇല്ലാത്തൊരു സംഘമാണ് അവിടെ ഉള്ളത്. അവരുടെ മറുപടി എന്തായിരിക്കും? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിൽ പല കാര്യങ്ങളും, ആണുങ്ങളാണല്ലോ, പല കാര്യങ്ങളും ഇട്ട് വന്നവരാണ്. കച്ചവടക്കാരാ കൂടെയുണ്ട്, കർഷകരാ കൂടെയുണ്ട്. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ
പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളവരൊക്കെ കൂടെയുണ്ട്. കുടുംബത്തിൽ രോഗിയായി കിടക്കുന്നവരുണ്ടാകും, മക്കളുടെ കല്യാണമായിട്ടുണ്ടാവും, പല പല പ്രശ്നങ്ങളാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ പ്രത്യേകിച്ച് പണിയും ജോലിയൊന്നും ഇല്ലാത്തവരായിരുന്നു അവരൊന്നും നമ്മളാരും മനസ്സിലാക്കണ്ട. ഞാൻ പറയണ ശ്രദ്ധിക്കണം ഉണ്ട് എന്ന് വിചാരിക്കുകയാണ്. അവർ ഒരുപാട് തിരക്കുകളുള്ളവരാണ്. നേരത്തെ പറഞ്ഞതുപോലെ മോളുടെ കല്യാണം നിശ്ചയിച്ചവർ ചിലപ്പോൾ കൂടെ ഉണ്ടാകാം, കല്യാണം തീരുമാനിച്ചിട്ടുണ്ട്. വയ്യാതെ കിടക്കുന്ന ഭാര്യ ഉണ്ടാകാം, പ്രസവത്തിന്റെ ദിവസമായ ഭാര്യ ഉണ്ടാകാം. കച്ചവട സംഘം വരാനിരിക്കുന്നു, അതിന്റെ തയ്യാറെടുപ്പിൽ കാശിറക്കിയ ആളുകൾ കൂടിയുണ്ട് ഉണ്ടാവാം. കർഷകരുണ്ട്, തങ്ങളുടെ വിളവെടുപ്പിന്റെ സമയമായിട്ടുണ്ട്, അതിന്റെ തിക്കുതിരക്കിൽ വന്നവരാകാം. പലരും ഉണ്ട്. ജീവിതത്തിന്റെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ, വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ട മനുഷ്യരാണ് അവരും. ഇവരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. നിരായുധരായ മനുഷ്യരോട്, ആയുധം പോലും കയ്യിലില്ലാത്തവരോടാണ് പറയുന്നത്, നമ്മളിത് ഇങ്ങനെ ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ പോവാണ്. നമ്മളാണെങ്കിൽ, നമ്മുടെ ഭർത്താക്കന്മാരാണെങ്കിൽ, നമ്മുടെ മക്കളാണെങ്കിൽ എന്ത് തീരുമാനമായിരിക്കും എടുത്തിട്ടുണ്ടാകുക? അപ്പൊ അവരിങ്ങനെ ഭയങ്കരമായ തീരുമാനത്തിൽ, ആ തീരുമാനം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ ഈ കൂടിയാലോചന നടക്കുന്നതിനിടയ്ക്ക് മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുഹാജിറായ സഹാബിയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്ന നബിയോടൊപ്പം വന്ന സഹാബാക്കളിൽപ്പെട്ട ആളാണ്. മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു എണീറ്റ് എന്ന് പറയുന്നുണ്ട്. ദീർഘമായൊരു ചെറിയ പ്രസംഗം തന്നെയാണ് അദ്ദേഹം നടത്തുന്നത്. എല്ലാവരും നിശബ്ദരായിട്ടിരിക്കുകയാണ്. എന്ത് പറയണമെന്ന് ആർക്കും ഒരു മറുപടി പറയാൻ അവരുടെ മുന്നിലില്ല. അദ്ദേഹം എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ ലാ നഖൂലു ലക കമാ ഖാലത്ത് ബനു ഇസ്രായീൽ ലി മൂസ. മൂസ നബിയോട് ബനു ഇസ്രായേലിൽ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂലേ, ഒരിക്കലും ഞങ്ങൾ താങ്കളോട് പറയുകയില്ല, ഫദ്ഹബ് അന്ത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദുൻ, നീ നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല. വലാകിൻ ഇംളി വനഹ്നു മഅക്, ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയാണ്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ മുന്നോട്ട് പോവുക, ഞങ്ങളും കൂടെയുണ്ട്. വേറൊരു നിവേദനത്തിൽ താങ്കളും താങ്കളുടെ റബ്ബും യുദ്ധം ചെയ്യും, ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയുന്നുണ്ട് അവര്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊരു വർത്തമാനമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് വീണ്ടും ഈ ചോദ്യം ആവർത്തിക്കുകയാണ്. ഇതിനിടയ്ക്ക് അൻസാറുകൾ സംസാരിക്കുന്നില്ല. അൻസാറുകൾ മദീനക്കാരാണ്. മദീനക്കാരെ ഈ സഹാബികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും അവരെ സ്വീകരിച്ചവരാണ് മദീനക്കാര്. മക്കക്കാരാണല്ലോ ഇവര്. മുഹാജിറുകൾ എന്ന് പറയുന്ന മക്കക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് വരികയാണ്. അതിനിടയ്ക്കുള്ള ദീർഘമായ സംസാരങ്ങൾക്കിടയിലാണ് ഇവർ മദീനയിലേക്ക് വരുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നബിക്ക് എല്ലാം നൽകിയവരാണ് അവർ. എല്ലാം അവർ കൊടുത്തു, തങ്ങളുടെ സമ്പത്ത് വീതം വെച്ച് കൊടുത്തു. നബിയെയും കൂടെ വന്ന ആളുകൾക്കും വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു എന്ന് മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ ശത്രുത ഇവർക്ക് നേരെ ഉണ്ടായി. ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളുകളാണ്. അവർക്കിപ്പോൾ ഇതിനൊന്നും സാധിക്കാത്ത അവസ്ഥയാണ്. ആകെ ഉപരോധത്തിലാണ്. ലോകം മുഴുവൻ ശത്രുക്കളായി. ഇപ്പോൾ ഇതാ ഞങ്ങളോട് ചോദിക്കുന്നു, യുദ്ധം നമ്മുടെ മുന്നിലുണ്ട്, നിരായുധരായ ഞങ്ങളോട് പറയുകയാണ്. നമ്മളൊക്കെ ആണെങ്കിൽ പൊട്ടിത്തെറിക്കും. എല്ലാം തന്നു, ഇനി ജീവനും കൂടി വേണമെന്നാണ് പറയണത്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ ആയിരിക്കുമല്ലോ നമ്മളൊക്കെ പറയുക. എന്ത് കൊടുത്തിട്ടും മതിയാകാതെ ഇതാ ഞങ്ങളുടെ ജീവനും കൂടെ ചോദിക്കുകയാണ്. മക്കാ മുശ്രിക്കീങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ, ഞങ്ങളുടെ ശരീരം കൂടി എറിഞ്ഞു കൊടുക്കാൻ പോവാണ് എന്നൊക്കെ ആയിരിക്കുമല്ലോ നമ്മളാണെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്ത. അങ്ങനെയല്ലേ? നമ്മുടെ അഭയാർത്ഥികളായി വന്ന ഒരു കൂട്ടർക്ക് നമ്മൾ അഭയം കൊടുത്തു, നമ്മുടെ വീട് വാതി കൊടുത്തു, അവർക്ക് നമ്മുടെ കൃഷിയിടങ്ങൾ കൊടുത്തു, സമ്പത്ത് കൊടുത്തു, എല്ലാം കൊടുത്തു. നമ്മളാണ് കൊടുക്കൂല്ലേ? നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന ഒരാളെ എത്ര ദിവസം നമുക്ക് പൊറുപ്പിക്കാൻ പറ്റും നമ്മുടെ കൂടെ? ഒരാഴ്ച കഴിയുമ്പോഴേക്കും തല്ലുമ്പോൾ പെണ്ണുങ്ങൾ തമ്മിൽ തുടങ്ങും പ്രശ്നങ്ങൾ. അവരങ്ങനെ ഇവരിങ്ങനെ. അത് മക്കാരാണ്, അവർ വേറെ പ്രകൃതക്കാരാണ്, നമ്മളുമായിട്ട് ബന്ധമുള്ളവരല്ല. ശീലങ്ങൾക്ക് പല വ്യത്യാസങ്ങളുള്ളവരാണ്. ഇവർ ഖുറൈശി വലിയ പ്രമാണികളാണ് ഈ വന്നിരിക്കുന്ന ആളുകൾ. സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ അല്ലേ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. എന്തുമാതിരി ഈമാനിന്റെ സഹോദര ബന്ധമാണ് അവിടെ സംഭവിച്ചെന്ന് ആലോചിച്ചു. അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഭയങ്കരമായിട്ട് വല്ലാതെ അവർ അവരെ ചേർത്ത് പിടിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മുടെ കുടുംബത്തിന്റെ വീട്ടിനകത്ത് തന്നെ തല്ലുമ്പോൾ കാണും. പുറമേ നിന്ന് വന്ന ആളുകളുടെ കാര്യം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള അവസ്ഥ നമുക്കറിയില്ല.
നാലാളുണ്ടെങ്കിൽ നാലാളും നാല് വഴിക്കാണ്. അല്ല, പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യങ്ങളാണ്. നാലാം പക്കം തല്ലിപ്പിരിഞ്ഞ് ഒരാൾ ആ വഴിക്ക് പോകും, ഒരാൾ ഈ വഴിക്ക് പോകും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കഥ. അപ്പൊ ഇതൊക്കെ ഈ നൽകാണ്ടതെല്ലാം നൽകി കഴിഞ്ഞു, ഇനി കൊടുക്കാനൊന്നും ഇല്ല ബാക്കി. അവസാനമുള്ളതാണ് തങ്ങളുടെ ജീവൻ. ഇതിപ്പോ അതാണല്ലോ ചോദിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കരമായ പരീക്ഷണമാണ് ഈ സംഗതി. അവിടെ അവരുടെ മറുപടി അത്ഭുതകരമാണ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എണീറ്റേക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, വല്ലാഹി ലക അന്നക യുരീദുനായ റസൂലല്ലാഹ്, അല്ലാഹു റസൂലേ, താങ്കൾ ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് വിചാരിക്കുന്നു. ഞങ്ങളാണോ ഒന്നും മിണ്ടാണ്ടിരിക്കണം, അൻസാറുകളെ, ഞങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞങ്ങൾ വീണ്ടും വിചാരിക്കുകയാണ്. അവരാണല്ലോ ശരിക്കും അതിനെക്കുറിച്ച് പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജൽ, അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ കൂടെ അഭിപ്രായം ഈ വിഷയത്തിൽ കേൾക്കണം. മുഹാജിറുകൾ പിന്നെ എല്ലാം ഒഴിവാക്കി എൻ്റെ കൂടെ വന്നവരാ. അവരല്ലാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിൽ അങ്ങനെ തന്നെ എല്ലാം സമർപ്പിച്ചവരാണ്. ഒഴിവാക്കാൻ പറഞ്ഞതെല്ലാം ഒഴിവാക്കി വന്ന മനുഷ്യരാണ്. ഒഴിവാക്കിയെന്ന് മാത്രമല്ല, അല്ലേ, മക്കയിലെ വലിയ സമ്പന്നരുണ്ട് കൂടെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഒരുപാട് പേര്, ഏക പൈസക്കാരാ. സുഹൈബ് റൂമി, ഒരുപാട് പേരുണ്ട്, പല ആളുകളുണ്ട്. അപ്പൊ ഇവര് റസൂലിന്റെ കൂടെ വന്നവരാണ്. എല്ലാം ഒഴിവാക്കി, കുടുംബത്തിനെ ഒഴിവാക്കി. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലാകട്ടോ ഇത്. നമ്മൾ ഈ ബദറിന്റെ കഥ കേട്ട് സുഖിക്കേണ്ട ഒരു സംഗതിയല്ല. അതിൽ നമുക്ക് പഠിക്കേണ്ട കുറെ പാഠങ്ങളുണ്ട്. അവര് കുടുംബത്തിനെ ഒഴിവാക്കി ഒരുപാട് പേര്. പ്രിയപ്പെട്ട മക്കളെ കൈയൊഴിഞ്ഞു, ഭാര്യയെ, പലരെ, തങ്ങളുടെ സമ്പത്ത്, തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തങ്ങളുടെ വീട്. നമുക്കറിയാമല്ലോ, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് അഭയാർത്ഥിയായി പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതമാണ്. ഇവിടെ ആരും ഇല്ലല്ലോ, പരിചയക്കാരില്ല, ബന്ധുക്കളില്ല. അങ്ങനെയാണ് ഏത് മനുഷ്യനും എപ്പോഴും ഇഷ്ടപ്പെടുക തങ്ങളുടെ പ്രദേശത്ത് താമസിക്കാനാണ്. എത്ര കൺജസ്റ്റഡ് ആയാലും അവിടെ 2 സെന്റ് സ്ഥലത്തിലെങ്കിലും ഒരു ദാനം മടിയാ. കാരണം അവിടെയാണ് എൻ്റെ പരിചയക്കാരും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ഉള്ളത്. ഇതിൽ നിന്നൊക്കെ ആ മനുഷ്യർ പറിച്ചെറിയപ്പെടുകയാണ് മദീനയിലേക്ക്. അതുകൊണ്ട് നബി പറഞ്ഞു, അവരുടെ കാര്യത്തിൽ അത്ഭുതമൊന്നുമില്ല, അവരമ്മാതിരി മനുഷ്യരാണ് അവർ. എനിക്ക് നിങ്ങളുടെ കാര്യമാണ് കേൾക്കേണ്ടത്. അവിടെയാണ് പിന്നെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂലേ, ഫഖദ് ആമന്നാ ബിക്. എന്ത് ചോദ്യമാണ് റസൂലേ ചോദിക്കുന്നത്? ഫഖദ് ആമന്നാ ബിക്, ഞങ്ങൾ താങ്കളിൽ വിശ്വസിച്ചവരല്ലേ, ഞങ്ങൾ മുഅ്മിനീങ്ങളല്ലേ റസൂലേ? ചോദ്യമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ച്, ഇതൊക്കെ വെറൊരു കഥയല്ല. ഞങ്ങള് മുഅ്മിനീങ്ങളല്ലേ റസൂലേ? വസദ്ദഖനാക, താങ്കൾ കൊണ്ടുവന്നതെല്ലാം സത്യമാണെന്ന് അംഗീകരിച്ചത് കൊണ്ടാണല്ലോ താങ്കൾക്ക് ഞങ്ങൾ എല്ലാം നൽകിയത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വശഹിദ്നാ അന്നമാ ജിഅത ബിഹി ഹുവൽ ഹഖ്, റസൂലേ, ഞങ്ങളിതാ സാക്ഷ്യം വഹിക്കുന്നു താങ്കൾ കൊണ്ടുവന്ന ഈ ദീൻ സത്യമാണ് എന്ന്. ഞങ്ങൾക്കൊരു സംശയമില്ല റസൂലേ ആ കാര്യത്തിൽ. വഅതൈനാക അലാ ദാലിക ഉഹൂദനാ വമവാതിഖനാ, അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്ക് ഈ കാര്യത്തിൽ ഞങ്ങൾ കരാറ് നൽകിയ ആളുകളാണ്. തങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന്, ജീവൻ ബലി കഴിച്ചും തങ്ങളെ സംരക്ഷിക്കുമെന്ന് വാക്ക് തന്ന ആളുകളാണ് ഞങ്ങൾ. അലസ്സംഇ വത്വഅ, കേൾക്കാമെന്നും റസൂലേ താങ്കൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കുമെന്നും തീർന്നില്ല, വത്വഅ, അനുസരിക്കുമെന്നും വാക്ക് തന്നവരാണ് ഞങ്ങൾ. ഫംദി യാ റസൂലല്ലാഹ് ലിമാ അറത്ത, താങ്കൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് താങ്കൾ ചെയ്തു കൊള്ളുക, ഇങ്ങോട്ട് വേണേലും പൊക്കോളൂ. ഫനഹ്നു മഅക്, ഞങ്ങൾ താങ്കളോടൊപ്പം ഉണ്ടാകും. ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, താങ്കളെ ഈ സത്യവുമായി നിയോഗിച്ച അല്ലാഹുവാണ് സത്യം. ലൗ ഇസ്തഅറൽത ബിനാ ഹാദൽ ബഹർ, ഈ സമുദ്രത്തിൽ, ഞങ്ങൾക്ക് നീന്താനൊന്നും അറിയാത്തവരാണ്, ഞങ്ങൾക്ക് നീന്താനൊന്നും അറിയില്ല റസൂലേ, താങ്കൾ ഈ സമുദ്രത്തിലേക്ക് എടുത്ത് ചാടി എന്ന് വെച്ചോളൂ. ലഫുദലമാക്ക്, ഞങ്ങൾ ചാടും. നീന്തൽ അറിയില്ല എന്നുള്ളത് ഞങ്ങളുടെ പ്രശ്നമൊന്നുമല്ല, ഞങ്ങൾ ഒന്ന് വരച്ചോട്ടേ. അല്ലാഹു റസൂൽ എവിടെയാണ് ചാടി, അവിടെ ഞങ്ങളും ഉണ്ടാവും. ഞങ്ങളുടെ ജീവന് ഞങ്ങളുടെ ഒരു വിലയും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. അവരാരും കുടുംബത്തിന്റെ പരാധീനതകൾ അവിടെ പറഞ്ഞില്ല. പറയാനാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുള്ള മനുഷ്യരായിരുന്നു അവർ. ഇതിനകത്ത് പറഞ്ഞ വർത്തമാനം എന്താണെന്ന് പറയൂ. ഇതാണ് ഷഹാദത്ത് കലിമ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹിന്റെ പൊരുള് ഇവിടെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം
ഞങ്ങള് ഏതവസ്ഥയിലും ഞങ്ങൾ നിലയുറപ്പിക്കാൻ സന്നദ്ധരാണ്, തയ്യാറാണ് എന്നവർ പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങള് ഏറ്റവും ക്ഷമയുള്ള മനുഷ്യരാണെന്ന് റസൂലെ താങ്കൾക്ക് മനസ്സിലാവും. ഒരാശങ്കയും വേണ്ട, ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ മുന്നിലുണ്ടാവും. ഈ മനുഷ്യരെ കൊണ്ട് ഇതിക്ക് ഇങ്ങനെ പറയിച്ച ഘടകം എന്താ? നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളിത് ഒരു യോഗത്തിലിരുന്ന ഒരു സ്കോർ വർക്ക് പറഞ്ഞാൽ എന്തെല്ലാം സംഗതികൾ, തടസ്സങ്ങളാണ് നമ്മുടെ മുന്നിൽ. കുട്ടി പരീക്ഷയുണ്ട്, അതുകൊണ്ട് അല്ല ഒക്കെ വേണം. ഞാൻ പറഞ്ഞ അതൊന്നും ചെറുതായെന്ന് പറയില്ല. എന്തെല്ലാം കഴിഞ്ഞൊരു ആലോചിക്കുക, എന്തെങ്കിലും പറയാൻ പറ്റിയ കാരണമുണ്ടോന്ന് ആലോചിക്കുക. എങ്ങനെയും ഒഴിഞ്ഞയാളല്ലാണ് പരിപാടി. അങ്ങനെ ഒഴിയാനാണെങ്കിൽ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങിപ്പോകും. കാരണം ഇപ്പൊ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ റസൂൽ അവിടെ നിൽക്കുന്നില്ല. അല്ല, അതിനാണല്ലോ കൂടി ആലോചിക്കുക. തന്റെ കൽപ്പന അടിച്ചേൽപ്പിക്കുന്ന നേതാവല്ല ഒരിക്കലും. എല്ലാവരും പറയാണ് നമുക്കിത് വേണ്ടെന്ന് പറയാം, തിരിച്ചു. പക്ഷെ അവർ മനസ്സിലാക്കി, അല്ലാഹു റസൂലിന് എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കരുത്, റസൂലിന്റെ മനസ്സിനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. റസൂലിന്റെ ആഗ്രഹം അങ്ങനെ ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് അതിൻ്റെ കൂടെ നിൽക്കുക എന്നതാണ് ഞങ്ങളുടെ ധർമ്മം. ഇതാണ് പ്രധാനം. ഇത് അതിപ്രധാനമായി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കൊണ്ടുന്ന വലിയൊരു സംഗതിയാണിത്. അള്ളാഹുവിൻ്റെ റസൂലിന് ഇത് ഇഷ്ടമാണോ എന്ന അന്വേഷണമാണത്. ജീവൻ നഷ്ടപ്പെടുന്നിടത്തും അള്ളാഹുവിൻ്റെ ദൂതന്റെ ഇഷ്ടത്തെ തെരഞ്ഞെടുത്ത മനുഷ്യർ, അവരുടെ പേരാണ് മുഅ്മിനീങ്ങൾ. റസൂലിന് ഇത് ഇഷ്ടമല്ല, അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടമാണ്. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം, അങ്ങനെയാണ് നമ്മളെ കരുപിടിപ്പിക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞ വർത്തമാനം അതാണ്, അല്ലാഹുവിന്റെ റസൂലെ താങ്കൾക്ക് ഇഷ്ടമായത് അത് എന്തു ആയിക്കോട്ടെ അതിലേക്ക് പൊക്കോളൂ, ഞങ്ങൾക്കും ഇഷ്ടം അത് തന്നെയാണ്. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ സഹാബാക്കള് യുദ്ധഫണ്ടിലേക്ക് ഇങ്ങനെ സംഭാവന ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്ത് സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് താങ്കൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ എടുത്തോളൂ, എന്ത് വേണമെങ്കിലും എടുത്തോളൂ. എന്നിട്ട് അവർ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ആ വർത്തമാനം, അല്ലാഹുവിന്റെ റസൂലെ താങ്കൾ എന്താണോ ഞങ്ങളിൽ നിന്ന് എടുത്തത് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിനേക്കാൾ. റസൂലെ ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചില്ലേ എന്തെങ്കിലും, അതല്ല ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത്, താങ്കൾ എടുത്തതാണ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത്. എന്തു മനുഷ്യരാണ് അവർ ആലോചിച്ച് നോക്കി. എന്തുമാതിരി ഈമാനിന്റെ ശക്തി ദുർഗങ്ങളാണ്, ശക്തി പർവ്വങ്ങളാണ് അവരെന്ന് ആലോചിച്ച് നോക്കുന്നത്. അത്ഭുതകരമാണ് അവരുടെ ജീവിതം. ഞാൻ പറയുന്നത് സഹാബാക്കളെ കുറിച്ചുള്ള ഈ വെറും വർത്തമാനം കൊണ്ടായില്ല കേട്ടോ. സൂറത്തുൽ ബഖറയിൽ ഒരു പരാമർശമുണ്ട്, അല്ലാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വൈദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, ആ ജനങ്ങൾ മുഅ്മിനീങ്ങളായതുപോലെ നിങ്ങളും മുഅ്മിനീങ്ങളാകണം എന്ന് അവരോട് പറയപ്പെട്ടാൽ, അവരായതുപോലെ നമ്മളും ആകണമെന്നേ. എന്റെ പൊരുൾ തിരിഞ്ഞോ? അവരായതുപോലെ നിങ്ങളും ആകണമെന്ന് അവരോട് പറയപ്പെട്ടാൽ ഖാലൂ, അവർ തിരിച്ചു ചോദിക്കും, അനൂമിനു ഞങ്ങൾ വിശ്വസിക്കണോ കമാ ആമന സുഫഹാ, ആ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അവരില്ലാണ്ട് പലരും ചെയ്യും. ഞങ്ങൾ വലിയ വിവരമുള്ള ആളുകളാണ്, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്, ഞങ്ങൾക്ക് വലിയ കുടുംബങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് തിരക്കുകളുണ്ട്, അതുകൊണ്ട് അവരെ പോലെ അല്ല ഞങ്ങൾ. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പറയാൻ പോലും പാടില്ലാത്ത വർത്തമാനമാണ് ഇവിടെ. അതുകൊണ്ട് ബദറിന്റെ കഥ കേട്ട് ഒരു സന്തോഷമല്ല ഇവിടെ. നമ്മൾ വിശുദ്ധ റമദാനാണ്, ആത്മവിചാരണയുടെ സന്ദർഭമാണ്. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മൾ അവർ വിശ്വസിച്ച പോലെ വിശ്വസിച്ച മനുഷ്യരാണോ? നമ്മുടെ ഈമാൻ അതുപോലെ തന്നെയാണോ ഉള്ളത് എന്ന് നമ്മളോട് അന്വേഷിച്ച് നോക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ അവര് സർവ്വതും കൊടുക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ അവരവിടെ എത്തിച്ച വലിയ ഘടകമുണ്ട് കേട്ടോ. ആ ഘടകത്തിന്റെ പേരാണ് ഈമാൻ. എന്തുമാതിരി ഒരു ഈമാനാണ് അവരുടെ. അവിടെ ഈ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നിടത്ത് തന്നെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ എന്ത് ചെയ്തു, താങ്കൾ റസൂലേ താങ്കളോട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കരാർ ചെയ്തു. ഏത് കാര്യത്തിലാ? അലസം, കേൾക്കാമെന്നും അനുസരിക്കാമെന്നും. അത് വെറും വർത്തമാനം പറഞ്ഞതല്ല. അപ്പൊ ഒരു ഈമാനിന്റെ ആ വല്ലാത്ത ശക്തിയാണ്, റബ്ബിലേക്കുള്ള യാത്രയാണിത്. ഒരു വിശുദ്ധ റമദാനിലാണല്ലോ അത് സംഭവിക്കുന്നത്. മരണം അവരുടെ മുന്നിൽ ഒരു പ്രശ്നമേ അല്ലാതാവുകയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ അല്ലാണ്ടായി മാറിയത്?
മരണഭയമില്ലാത്ത ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും. എല്ലാവർക്കും പേടിയാണ് മരിക്കാൻ. മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുന്നവർ എത്ര പേര് നമ്മുടെ കൂടെയുണ്ട് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈമാനിൻ്റെ വലിയ അടയാളങ്ങളിലൊന്നാണ് മരണഭയമില്ലാത്ത മനുഷ്യരാവുക എന്നത്. മരണഭയമേ അവർക്കുണ്ടാവില്ല. അത് ഈമാനാണ്. അതാണ് ഈമാൻ. മഹ്ശറയിലെ ഭയാനകമായ ശിക്ഷയെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നു. അവരുടെ പ്രചോദനം അതാണ്. ജീവിതം തീർന്നു പോകുന്നവരുടെ മുന്നിലെ സംഭവമേ അല്ല. അതുകൊണ്ടാണ് അവരുടെ മുന്നിൽ മരണം ഒരു പ്രശ്നമേ അല്ലാതാകുന്നത്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ തങ്ങളുടെ ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ സന്തോഷകരമായ എന്താണ് ഇനി ഞങ്ങളുടെ മുന്നിലുള്ളത്? അള്ളാഹുവിന്റെ സ്വർഗം ഞങ്ങൾ മാടി വിളിക്കുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗം ഞങ്ങൾ മാടി വിളിക്കുകയാണ്. അപ്പൊ ആ സ്വർഗത്തിലേക്കുള്ള അവരുടെ കുതിച്ചോട്ടമാണത്. ആകാശഭൂമികളോളം വിസ്തൃതമായ സ്വർഗത്തിലേക്കും അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും ഓടിയെടുക്കാനാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. ആ കൽപ്പന പാലിക്കുന്ന മനുഷ്യരാണ് അവർ ഓടിപ്പോകാൻ എങ്ങനെ നിൽക്കുകയാണ്. റബ്ബിലേക്കുള്ള പ്രയാണത്തിലാണ് ഓരോരുത്തരും. അതുകൊണ്ട് അവരുടെ മുന്നിൽ ഇതൊരു പ്രശ്നമേ അല്ല. അപ്പൊ ഇതിലേക്ക്, ഈ പറയുന്ന ഈമാനിന്റെ ദാർഢ്യതയിലേക്ക് ഉയർന്നു വരിക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ കാര്യം. ബദർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും അത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അങ്ങോട്ട് കടന്നുപോയാലോ ബദറുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് ഈമാനിന്റെ ശക്തിയാണ്. ഈമാനിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേക ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈമാനാണ് ഞാൻ പറഞ്ഞത്. ഈമാനിന്റെ ഏറ്റവും പ്രകടമായ രൂപമായിരുന്നു ബദർ എന്ന് പറയുന്ന സംഗതി. ഈമാനിന്റെ പൊരുൾ എന്താണ്? ഹഖീഖത്തുൽ ഈമാൻ എന്നാണ് അതിന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ഹിജ്റയ്ക്ക് മുമ്പ്, അതായത് നുബുവത്തിന്റെ 10-ാം വർഷമാണ്. 10 വർഷത്തെ പ്രബോധനത്തിന് ശേഷമാണ് നമസ്കാരം മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുന്നത്. പിന്നെയും 3-4 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ നോമ്പും ഈ പറയുന്ന സക്കാത്തും ഒക്കെ നിർബന്ധമാക്കപ്പെടുന്നത്. അതിനു മുമ്പ് ഈ 10 വർഷക്കാലം അല്ലെങ്കിൽ 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപാടി എന്തായിരുന്നു? എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മുഅ്മിനീങ്ങളാക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. ഈമാനിലേക്ക് അവരെ കൊണ്ടുവന്നു. ആദ്യം ഈമാനില്ലാത്തവനിക്ക് എന്ത് നമസ്കാരം? ഈമാനില്ലാത്ത നമസ്കാരക്കാരന് നമസ്കാരം തന്നെ ഒരു ഭാരമാണെന്ന് ഖുർആൻ പറയുന്നു. ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഈ ഖാശിഈങ്ങളല്ലാത്ത ആളുകൾക്ക്, ഈമാൻ ആഴത്തിൽ വേരോടാത്ത മനുഷ്യർക്ക് നമസ്കാരം ഒരു ഭാരമാണ്. ഇനി കൈകെട്ടി നിന്നാലോ വൈദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല, മടിയന്മാരായിട്ട് ഇങ്ങനെ നിൽക്കും, അലസന്മാരായിട്ട് അവരിങ്ങനെ നിൽക്കും. ഇത് രണ്ടും, ഇതിന്റെ പൊരുൾ പ്രത്യേകം തിരിച്ചറിയണം. ഒന്നാമത് വരണം, രണ്ടാമത് ഉണ്ടാവണം. ഇത് അവസാനം വരേണ്ടത് ആദ്യവും, ആദ്യം വരേണ്ട അവസാനത്തുമാണ് പഠിക്കുക. എല്ലാം തലകീഴേ ആയിപ്പോയി. ഈമാനിന്റെ വലിയ പാഠങ്ങളിലേക്കല്ല അധികം ആളുകളും ആദ്യം എത്തിയത്. ഇതിന്റെ ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുട്ടികളെ വളർത്തി വലുതാക്കുന്നിടത്ത് പോലും പലപ്പോഴും നമ്മൾ ഇത് ചിന്തിക്കാറില്ല. ഈമാനിന്റെ പാഠങ്ങൾ വലിയ പ്രശ്നമാണ്. നമ്മൾ പലരും വിചാരിക്കാറുണ്ട് നമസ്കാരം തുടങ്ങിയാൽ എല്ലാം ആയിരുന്നു. കുട്ടികൾ നിസ്കരിക്കാൻ തുടങ്ങി. അങ്ങനല്ല. ആദ്യം വേണ്ടത് കുട്ടികൾ ആരാകണം? മുഅ്മിനീങ്ങളാകണം. നമ്മൾ സാധാരണ പറയാറുണ്ടത്. മുഅ്മിനായ കുട്ടി വേണം മദ്രസയിൽ കൊണ്ടാക്കാൻ. മദ്രസയിൽ പോയിട്ട് മുഅ്മിനാവില്ല കുട്ടി. മുഅ്മിനായ കുട്ടീനെ വേണം മദ്രസയിൽ എത്തിക്കാൻ. ഇത് വലിയൊരു പാഠമാണ്, വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ സമൂഹം തകർന്നു പോയത് ഇവിടെയാണ്. ഈമാൻ ഇല്ലാത്ത ഒരു സമൂഹമായിട്ട് ഇത് രൂപപ്പെട്ടിട്ടുണ്ട്. ഈമാൻ ഉണ്ടെന്ന് ഓരോരുത്തരും വിചാരിക്കുകയാണ്. ആ വിചാരം മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾക്ക് സ്വയം ബോധ്യം വന്നുകൊണ്ടേയിരിക്കുന്നു, എൻ്റെ ഈമാൻ എത്രമാത്രം ദുർബലമാണ് എന്ന്. ഈമാൻ ശക്തമാകാതെ നമുക്ക് ഒരു മുസ്ലിമായി ജീവിക്കുക അസാധ്യമാണ്. ഇസ്ലാമിനെ ആസ്വദിക്കുന്ന മനുഷ്യരാകണമെങ്കിൽ നമ്മൾ നല്ല മുഅ്മിനീങ്ങളാകണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ്. ഈമാനിന്റെ പാഠമാണ് ഇസ്ലാമിക പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അതാണ് പകർന്നു വെച്ചത്. നമ്മൾ ഈ മക്കളെ കുറിച്ച് ചിന്തിക്കുന്നിടത്ത് ബദർ യുദ്ധത്തിന്റെ വലിയൊരു പാഠമുണ്ട് നമ്മുടെ മുന്നിൽ.
ആ പാഠം എന്ന് പറയുന്നത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രമുഖരായ 2 കുട്ടികളെ കുറിച്ചുള്ള സംഭവം നമ്മൾ സാധാരണഗതിയിൽ ഉദ്ധരിക്കാറുണ്ട്. ബദർ യുദ്ധത്തിൽ 2 ചെറിയ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ ചരിത്രം, കഥ നമ്മളെല്ലാവരും പല രൂപത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ആളുകളാണ്. അവരുടെ സംഭവത്തിൽ, അവരുടെ കഥയിൽ ആ 2 കുട്ടികളുടെ പേരുകൾ നമുക്കറിയാവുന്ന പേരുകളാണ്. അതിൽ ഒരാളുടെ പേര് അംർ ബിനു ജമൂർ, രണ്ടാമത്തെ ആള് മുആദ് ബിനു അഫ്രാദ് എന്നാണ് ഈ 2 കുട്ടികളുടെ പേര്. പേരിന്റെ ഓർമ്മയിൽ നിന്ന് എപ്പോഴും മാഞ്ഞു പോകുന്ന 2 പേരുകളാണ്. വേണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് നോക്കിയത് സംഗതി. ആ 2 കുട്ടികളാണല്ലോ അവർ. ഈ കുട്ടികൾ ചെയ്ത ദൗത്യം എന്താണ് എന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ച് പറയുന്നിടത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുക, അദ്ദേഹം പറയാ, ഞാൻ നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ അതിനായിട്ട് അണിനിൽക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും 2 ചെറിയ കുട്ടികളും നിൽക്കുന്നു. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു 2 ചെറിയ കുട്ടികളും നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ചു പോയി, യുദ്ധമൊക്കെ ആണല്ലോ, മുതിർന്നവരാരെങ്കിലും അടുത്തുണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായേനെ എന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു കുട്ടി എന്നെ വിളിക്കുന്നത്. അമ്മി എന്ന് വിളിച്ചുകൊണ്ട് എന്നെ വിളിക്കുകയാണ്. അമ്മി എന്ന് പറഞ്ഞാൽ മാമ എന്നാണ്. നമ്മുടെ കുട്ടികൾ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ അങ്കിൾ എന്ന് വിളിക്കുകയാണ്. വിളിച്ചിട്ട് അപ്പം ഞാനിങ്ങനെ തലയെ കുറിച്ചു, ഞാൻ കുനിഞ്ഞു. കുട്ടി ചെറിയ കുട്ടികളാണ്. ഒരടുക്കലേക്ക് ഞാനിങ്ങനെ തലയിങ്ങനെ കുറിച്ചു. അവൻ ചോദിക്കേണ്ട ഒരു ചോദ്യം, അതെ, നിങ്ങൾക്ക് ഈ അബൂജഹൽ ആരാണെന്ന് അറിയുമോ? എനിക്കറിയാം, ആളെ എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അത്രേ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്നാണ്, എന്തിനാണ് മോനെ മൂപ്പരെ അറിയുന്നത്? അതെ, ഞാൻ കേട്ടിട്ടുണ്ട് അയാൾ അള്ളാഹുവിൻ റസൂലിനെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ റസൂലിനെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് അബ്ദുറഹ്മാൻ ഔഫ്, അള്ളാഹുവാണ് സത്യം, അയാളെ ഞാൻ കണ്ടാൽ അയാളെ ഞാൻ എന്ത് ചെയ്യും? അയാളുമായി ഞാൻ ഏറ്റുമുട്ടും. ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെടുന്നത് വരെ അത് തുടരുകയും ചെയ്യും. ഇതൊക്കെ പറഞ്ഞിട്ട് ആകെ ആശ്ചര്യപരിതനായി പഠിച്ചറമ്പേ കുട്ടികളെ. അയാളാവട്ടെ ഈ ചില്ലറക്കാരനല്ല, ആ സംഘത്തിന്റെ നേതാവാണ്, തലവനാണ്. അപ്പോൾ ഇടതുഭാഗത്ത് അടുത്ത കുട്ടി വിളിക്കുക, മാമ ഇങ്ങനെ ഒരാളെ കുറിച്ച് നിങ്ങൾക്കറിയോ? അത് മറ്റാൾ പറയുന്നത് ഇദ്ദേഹം കേട്ടിട്ടില്ല, മൂപ്പര് കേട്ടിട്ടില്ല. ഈ അബൂജഹൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇവർ മദീനക്കാരെ, ഇവർക്കറിയില്ലോ, ഇയാളെന്നും അറിയില്ല. അപ്പോൾ ഇവര് പറഞ്ഞ് എനിക്കറിയാം, എന്താ മോനെ എൻ്റെ കാര്യം? ഈ ആള് പറഞ്ഞ അതേപോലെ ഇപ്പൊ ഈ 2 ആളും വന്നിരിക്കുന്നത് ഈ ഒരൊറ്റ കാര്യത്തിലാണ്, അബൂജഹലുമായിട്ട് ഏറ്റുമുട്ടുക എന്നുള്ളതാണ്. ഭയങ്കര അത്ഭുതകരമാണ്. നമുക്കറിയാമല്ലോ, പിന്നെ അതിന്റെ ബാക്കി ചരിത്രം നമുക്കറിയാം. ഈ മക്കളെ ലോകത്തിന് സംഭാവന ചെയ്യുന്നുണ്ട് ധർമ്മമാർഗത്തിൽ. അപ്പൊ ഞാൻ പറയുന്നത് ഉമ്മമാരെന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത് നമ്മുടെ മക്കളുടെ നിലവിലെ അവസ്ഥ ബാക്കിയൊക്കെ നോക്കിയിട്ട് ഒഴിവാക്കാം. അത് അള്ളാഹു ഇസ്ലാമിന് നേരെ ശത്രുക്കളുടെ ആക്രമണം നടക്കുകയാണ്. ഇവരങ്ങോട്ട് ഒരു ആക്രമണം അല്ല, അവരിങ്ങോട്ട് വരികയാണ്. ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പോവാണ്. ഓരോരുത്തരും അവനവനാൽ കഴിയുന്ന ദൗത്യങ്ങൾ നിർവഹിക്കാൻ പോവാണ്. കുട്ടികളും അവരവരുടെ ദൗത്യങ്ങൾ നിർവഹിക്കുകയാണ്. ഇത് പറയുമ്പോൾ കുട്ടികളെ കലാപത്തിന് പ്രേരിപ്പിച്ചു വന്ന രൂപത്തിലല്ല. നമ്മുടെ രാജ്യത്തിന് നേരെ, ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണം വരികയാണ്. കനത്ത ആക്രമണം വിദേശ രാജ്യത്തുനിന്ന് ഉണ്ടാകുമ്പോഴാണ്. ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ കൂടെ ആവേശഭരിതരായ നമ്മുടെ കൗമാരക്കാർ ആവേശഭരിതരായി രംഗത്ത് വന്നാൽ എത്ര കാലം നമ്മൾ അതിനെക്കുറിച്ച് പറയും? മദീനയെ പ്രതിരോധിക്കാൻ പോവാണ് അവർ. മദീനയ്ക്ക് നേരെ കനത്താക്രമണം വരാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ സംഗതി. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ കുട്ടികളെ കലാപത്തിന് പ്രേരിപ്പിച്ചു എന്നതല്ല എൻ്റെ സംഗതി. ഞങ്ങളുടെ നാട് തകർക്കപ്പെടാൻ പോവാണ്. ഞങ്ങളുടെ ഉമ്മമാർ കൊല്ലപ്പെടാൻ പോവുകയാണ്. ഞങ്ങളുടെ സഹോദരിമാർ മാനഭംഗത്തിന് വിധേയരാക്കപ്പെടാൻ പോവുകയാണ്. ഞങ്ങളുടെ നാട് കൊള്ളയടിക്കാൻ പോവുകയാണ്. അതിനെതിരായ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഞങ്ങളുടെ കൊടിയ ശത്രുവിനെ വകവരുത്തും ഞങ്ങൾ എന്ന് തീരുമാനിക്കുകയാണ് 2 കുട്ടികൾ. ഇതാണ് അതിന്റെ പാഠം എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലെ കർമ്മഭടന്മാരായി നമ്മുടെ കാലത്ത് യുദ്ധത്തിന്റെ പശ്ചാത്തലങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. ആശയങ്ങളുടെ, ആദർശങ്ങളുടെ, സംവാദങ്ങളുടെ രണഭൂമിയിലാണ് ഇന്ന് നമ്മളും നമ്മുടെ മക്കളും ഒക്കെ ഉള്ളത്.
അവിടെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിക്കുന്നവരായിട്ടാണോ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കിയതെന്ന എന്താണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുത്തത്? ഉമ്മമാരെ നിലയ്ക്കാണ് എൻ്റെ ചോദ്യം. ബദറിന്റെ സംഭവം പറഞ്ഞു വരുമ്പോൾ ചോദ്യങ്ങൾ നമ്മളോടും കൂടി ഉണ്ടാക്കണമല്ലോ. നമ്മുടെ മക്കൾ എവിടെ നിൽക്കുന്നു എന്നതാണ്. ആ ഉത്തരങ്ങളിൽ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പിഴവ് എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളായ മക്കളെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയാതെ പോയി എന്നതാണ്. ഈമാനിന്റെ പാഠങ്ങളൊക്കെ നമുക്ക് പകർന്നു വയ്ക്കാൻ കഴിയാതെ പോയി എന്നിടത്താണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. എങ്ങനെയാണ് ഈമാനിന്റെ പാഠങ്ങൾ പകർന്നു വെക്കുക എന്ന് പറയുമ്പോൾ ഞാൻ സന്ദർഭികമായിട്ട് പറയും. ഞാൻ എല്ലാ ക്ലാസ്സുകളിലും ഞാനിപ്പോൾ അതൊന്ന് പറയുന്നുണ്ട്. നമ്മുടെ തലമുറ, നമ്മളിപ്പോൾ ഈ കുട്ടികളൊക്കെ ഈ കൊടും കുറ്റവാളികളായി ക്രിമിനലുകളായി ഒക്കെ മാറുന്ന കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ദിവസം വാർത്തകളാണല്ലോ. എന്തേ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെയായി, മദ്രസയിൽ പഠിച്ചിട്ട് ഒരു നേരെയായില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു നാട്ടുകാർ. ഇവർ മദ്രസയിലൊക്കെ നിങ്ങൾ വിട്ടല്ലോ, കുറേ കാലമല്ലേ പോണു. അവൻ പള്ളിയിലും പോകാറുണ്ടായിരുന്നു, ഉസ്താദിന്റെ ക്ലാസ് കേൾക്കാറുണ്ടായിരുന്നു, എന്നിട്ട് ഇവനെന്താ ഇങ്ങനെ ആയി പോയി എന്നാ ചോദ്യം. ആ ചോദ്യമില്ലേ നമ്മുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ആ മാനസികാവസ്ഥയിലുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇടയിലും ജീവിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു തലമുറയെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്? എന്തുകൊണ്ടാണ്? നമ്മളെല്ലാം ഈ മൊബൈലിന്റെ കൊണ്ടേ ഇടണ്ട എല്ലാം കൂടി. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ മുന്നേ കാണുന്നുണ്ട്. മൊബൈലും ഒരു അള്ളാഹ്ക്കറിയില്ല. ഇതൊക്കെ എല്ലാ സാധനവും വരും. ബിലീസിന്റെ എല്ലാ ടൂളുകളും ഇവിടെ ഉണ്ടാകുമെന്ന് അള്ളാഹുവിനറിയാം. അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ അള്ളാഹു തആല നിർദ്ദേശിച്ചു. അവർക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ആയുധം അവരുടെ കയ്യിലില്ലാതെ പോയി. അതുകൊണ്ട് അവരതിൽ പെട്ടുപോയതാണ്. പ്രതിരോധിക്കാനുള്ള കവചം അവർക്കില്ലാതെ പോയി. അതുകൊണ്ട് അവർ ജാഹിലിയത്തിലും പിശാചിന്റെ വലയിലും ഒരു വീണുപോയതാണ്. ഇതിനെ തടഞ്ഞു നിർത്താൻ കഴിയണമെങ്കിൽ അവർക്ക് നമ്മൾ നൽകേണ്ടിയിരുന്ന ചില സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ കൊടുക്കാതെ പോയിന്ന അതിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ഒന്നാമത്തെ പാഠമായി അവർക്ക് നമുക്ക് ഈമാൻ പകർന്നു വെക്കാൻ കഴിയാതെ പോയി എന്നുള്ള വലിയ അന്വേഷണം. അങ്ങനെയാണ് അവർക്ക് നമ്മൾ ഈമാൻ പകർന്നു വെക്കുക. ഇത് ഞാനിപ്പോൾ ഈ ഇരിക്കുന്നവരിൽ ഭൂരിപക്ഷം ആളുകളും എനിക്ക് തോന്നുന്നത് കുറേ അധികം ആളുകളും വല്ലുമ്മമാരാണ്. പേരക്കുട്ടിക്ക് കുട്ടിയുണ്ടായോ എന്നേ സംശയമുള്ളൂ. പലരും അത്ര വാർദ്ധക്യത്തിലെത്തിയവരുണ്ട്. അള്ളാഹു തആല ആഫിയത്തും ഈമാനുമുള്ള ദീർഘായുസ് കൊണ്ട് നമ്മളെല്ലാവരെയും അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല കാര്യമാണത്. കൂടുതൽ റമദാനൊക്കെ ഇങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടല്ലോ, നല്ല കാര്യമാണ്. പിന്നെയും കുറേ ആളുകളൊക്കെ മക്കളൊക്കെ മുതിർന്നു കഴിഞ്ഞവരാണ്. ചെറിയ കുട്ടികളുള്ള അപൂർവം ചില ആളുകളെ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. വിവാഹത്തിലേക്ക് കടക്കാത്തവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അങ്ങനെയും ഒന്നോരുണ്ടോ, ചിലപ്പോൾ ഉണ്ടായേക്കാം. എല്ലാവരോടുമായി പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പകർന്നു വെക്കേണ്ടുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. സത്യത്തിൽ അതൊരു വിഷയമാകേണ്ടതായിരുന്നു. ഞാനിപ്പോൾ ഈ വിഷയം വെച്ചപ്പോൾ തന്നെ ഈ ലുക്കുമാനോട് ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഈ പെണ്ണുങ്ങൾക്ക് പറ്റിയ വിഷയമാണോ? ഇപ്പോൾ അതൊക്കെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അവരുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു ലോകമുണ്ടല്ലോ, അതിനെ കറക്റ്റ് ചെയ്തെടുക്കണ്ടേ. ബദർ യുദ്ധമൊക്കെ ഇപ്പോൾ നമ്മളിവിടെ പറയും. പള്ളിയിൽ ഇപ്പോൾ അടുത്ത പ്രസംഗം 2 നടക്കാൻ പോവാണ്. ഖുതുബ എന്നുണ്ടാവും, 17 പ്രസംഗം വേറെയും ഉണ്ടാവും. അതുകൂടാതെ പിന്നെ ഇവിടെ അത് വേറെ വേണ്ടതില്ല. സ്ത്രീകൾക്ക് പ്രത്യേകമായി അറിയേണ്ടുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക ക്ലാസ് നടത്തിയിരുന്നു എന്ന് ഹദീസുകളിലുണ്ട്. പക്ഷെ അവരൊക്കെ അവിടെ പള്ളിയിൽ നടക്കുന്ന ക്ലാസ് കൂടാതെയാണത് നടക്കുന്നുണ്ട്. പള്ളിയിൽ പൊതുവാണ് കാര്യങ്ങളെല്ലാം പറയും. അവർക്ക് അവരുമായി ബന്ധപ്പെട്ട് അറിയേണ്ട വളരെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ റമദാൻ ക്ലാസ്സുകൾക്ക് എപ്പോഴും നമ്മൾ വിഷയങ്ങൾ തീരുമാനിക്കുമ്പോൾ നമുക്ക് സവിശേഷമായി അറിയേണ്ടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, അത് പ്രഭാഷകരോടും പ്രത്യേകം പറയണം. നിങ്ങൾ എഴുതി വെച്ച് എന്തോന്ന് പറയുകയല്ല. സ്ത്രീകൾ ഈ വിഷയത്തെ സ്ത്രീകളുമായി കണക്ട് ചെയ്തുകൊണ്ട് പ്രത്യേകം പറയണം എന്നവരോട് പറയുകയും ചെയ്യണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ പറയുന്നത് ഇത് ഒരു വർത്തമാനം കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന കാര്യമല്ല. ഞാൻ പറയുന്നത് ഇവരെ ഈ ഈമാനിന്റെ പാഠങ്ങൾ കുറിച്ച് പറയുമ്പോൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. എങ്ങനെയാണ് ഇത് പഠിപ്പിക്കേണ്ടത്? ഈമാൻ ഉമ്മയിൽ നിന്ന് കുട്ടിക്ക് കിട്ടേണ്ടതാണ്. ആദ്യം എഴുതി വെച്ചോളൂ. അല്ലെങ്കിൽ വലിയ പണിയാണ്, കിട്ടും, ഭയങ്കര പണിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് 13 കൊല്ലം പണിയെടുക്കേണ്ടി വന്നത്. 13 കൊല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെമ്മാതിരി പവറുള്ള വർത്തമാനം. എന്നിട്ട് പോലും അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തെക്കുറിച്ച് പറഞ്ഞതറിയും. റസൂൽ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖഭാവത്തെ സംബന്ധിച്ച്, റസൂലിൻ്റെ സൗന്ദര്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒരു വട്ടം ഒരാൾ കണ്ടാൽ മതിയെന്നാണ്.
ഒരിക്കലും മറക്കില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണത്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി അറിയണം. അതാരോ പ്രസംഗത്തിൽ പറഞ്ഞ 4 വർത്തമാനം മാത്രമല്ല, അത് വായിക്കണം അല്ലേ? നമ്മളിപ്പോൾ നഈം സിദ്ദീഖിയുടെ മുഹമ്മദ് മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രവാചകൻ എന്ന് പറഞ്ഞ പുസ്തകം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് വായിച്ചവരാരെങ്കിലും ഉണ്ടാവുമോ? മുഹമ്മദ് മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രവാചകൻ വലിയ പുസ്തകമാണ്. 600 പേജുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിലെ 2-3 അധ്യായങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കി, കുട്ടികളെ കൊണ്ടൊന്ന് വായിപ്പിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ചിത്രമേ മാറും. നമ്മൾ എങ്ങനെ സ്നേഹിക്കുമെന്നറിയോ? സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ വീണു പോകും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷം ഓരോ വാക്കുകളും സഹാബാക്കൾ പറയുന്നു. ഇതെങ്ങനെ കയറുമെന്നറിയത്? ഇത് അമ്പ് കയറണ പോലെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കയറുകയാണ് ഓരോ വാക്കും. അള്ളാഹു കൊടുത്ത പ്രവാചകന്മാർക്ക് നൽകിയ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സവിശേഷമായി നൽകിയ അത്ഭുതകരമായ ആ കഴിവുണ്ടായിട്ടും 13 കൊല്ലക്കാലം കൊണ്ടാണ് ഈമാനികമായ പരിവർത്തനം ഒരു സമൂഹത്തിൽ നടത്തുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ മഹാദൗത്യം നിർവഹിക്കേണ്ട ആളുകളാണ് ഉമ്മമാർ. നമുക്കുള്ളതല്ലേ നമുക്ക് പകർന്നു വയ്ക്കാൻ പറ്റുള്ളൂ. ആയിക്കോട്ടെ, നമ്മുടെ ഈമാനിന്റെ പാഠങ്ങൾ പഠിക്കാൻ അധികം സമയമൊന്നും നോക്കുകയില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മൾ പരാജയപ്പെട്ടു, ഉമ്മ എന്ന നിലയ്ക്ക് നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന ഇടം അവിടെയാണ്. ഈമാനിന്റെ പാഠം പകർന്നു വെക്കേണ്ട ഇടം നമ്മൾ തുടങ്ങേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ. അത് എൻ്റെ തുടക്ക കാര്യങ്ങൾ മുതൽ പറഞ്ഞു വരേണ്ട ഒരുപാട് സംഗതിയുണ്ട്. കല്യാണം കഴിയണതിന് മുമ്പേ വിവാഹ നിശ്ചയം മുതൽ തുടങ്ങുന്നുണ്ട് ഒരു പ്രാർത്ഥന. കല്യാണം കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ വിവാഹബന്ധം, ശാരീരിക ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് പോലും ഇബാദത്തിൻ്റെതായ എല്ലാ നിബന്ധനകളും അവിടെ ചേർത്ത് വെച്ചു. ഒളു പോലും വേണം എന്നാവശ്യപ്പെട്ടു. പിന്നെ അതൊക്കെ പോട്ടെ, അത് ദീർഘമായ പഠനമാണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ, നമ്മുടെ കുട്ടികളൊക്കെ ലജ്ജാബോധമില്ലാത്തവരായി മാറാനുള്ള കാരണത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ ഞെട്ടിക്കുന്ന പഠനമാണ്. ഇതൊക്കെ നമ്മുടെ മക്കൾക്കുണ്ടാവണം കേട്ടോ. ഇനി വരുന്ന തലമുറയിലേക്കെങ്കിലും ഈ പറയുന്ന ദൗർബല്യങ്ങൾ പകർന്നു വെക്കാതെ ബ്രേക്ക് ചെയ്യണം. നമുക്ക് അതിനെന്ത് വേണം? കല്യാണത്തിന് മുമ്പ് തന്നെ കുട്ടികൾ പഠിച്ചിരിക്കേണ്ടത്. നമ്മുടെ ഇടയിൽ ആ പഠനമേ ഇല്ലല്ലോ. ആ പഠനമേ നമ്മുടെ ഇടയിലില്ല. അപ്പോട്ടെ, അങ്ങനെ ഒരു സ്ത്രീ ഗർഭിണിയായി, പ്രഗ്നൻ്റായി കഴിഞ്ഞാൽ 4 മാസം ആകുമ്പോഴേക്കും അതിലേക്ക് റൂഹ് നിക്ഷേപിക്കപ്പെട്ടു. അവിടെ മുതൽ ഒരു കുട്ടി ഉമ്മാനെ ആശ്രയിച്ച് വളരാൻ പോകും. ഇനി എന്താ സംഭവിക്കാൻ പോണത്? സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നു, ഉമ്മ കാണുന്നത്, ഉമ്മ കേൾക്കുന്നത്, ഉമ്മ അറിയുന്നത്, ഇത് മുഴുവൻ കുട്ടിയിലേക്ക് വരികയാണ്, പകർന്നു വെക്കപ്പെടുകയാണ്. നമ്മൾ വായിച്ചത്, നമ്മൾ കണ്ടത്, നമ്മൾ കേട്ടത് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുന്നതാണ്. ഗർഭിണിയായ ഉമ്മ മനസ്സിലാക്കണം, മൊബൈലിൽ നോക്കിയിരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, മറ്റേയാളും കണ്ണും വിളിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയാൾക്ക് ഇതിനേക്കാൾ പവറിലാണ് ഇയാൾക്ക് കയറുന്ന ഈ സാധനം. നമ്മളെന്താ കണ്ടുകൊണ്ടിരുന്നത്? ഇപ്പോൾ ഈ റെസ്റ്റ് അല്ലേ? ആദ്യത്തെ പ്രസവം കൂടിയാണ് പറയുകയും വേണം. അള്ളാഹു റബ്ബി തിരിയാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. ഉമ്മ വന്നിട്ട് എണീറ്റാ പോരായിരുന്നു എന്നൊക്കെ ചോദിച്ച് കളയും. അതങ്ങട്ട് അതിൻ്റെ ആ ഇതിലെത്തിയിട്ട് എല്ലാം കഴിഞ്ഞു. ഈ സമയത്ത് എന്താ ചെയ്യുക? 1.5 GB ചാർജ് ചെയ്തിരുന്ന ആൾ 3 GB ആക്കി. കണ്ടിട്ട് തീരണില്ല. സിനിമയായി, സീരിയലുകളായി, വെബ് സീരീസുകളായി, പലതും ഇങ്ങനെ കണ്ടിങ്ങനെ സ്ക്രോൾ ചെയ്തു. മറ്റാളും കണ്ടുകൊണ്ട് കിടക്കാണ്. കണ്ടില്ല? ഇപ്പോഴത്തെ പിള്ളേരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഈ 2 വയസ്സ് അല്ലെങ്കിൽ 1.5 വയസ്സ് മതി, പാട്ടൊക്കെ വെച്ചാൽ അവരിങ്ങനെ അണങ്ങാൻ തുടങ്ങും, ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ തുടങ്ങും. ഇതെവിടെ നിന്ന് കിട്ടിയാൽ പറയുന്നത്? ഉമ്മ പഠിപ്പിച്ചാ? എവിടെ വെച്ച്? ഉമ്മത് കണ്ടുകൊണ്ടിരുന്നിട്ട് ഇളക്കമാണ് ഈ കാണുന്ന കുട്ടി. ഇങ്ങനെ 1.5 വയസ്സ് ആരും ഡാൻസ് പഠിപ്പിക്കേണ്ട. അതിനെ എന്ത് പെട്ടെന്ന് ഇങ്ങനെ കേട്ടല്ലേ? ഇത് അവിടെ നിന്ന് കിട്ടണം. അങ്ങനെ സാധനമുണ്ട്. അവർ ചിരിക്കാൻ വേണ്ടി പറയല്ല, കറക്റ്റ് കൃത്യമായിട്ട് പറയാം. അവിടെയാണ് ഉലമാക്കൾ പറഞ്ഞത്, അവിടെ നീ നിന്റെ കുട്ടിക്ക് എന്താ പകർന്നു വെക്കേണ്ടിയിരുന്നത്? അല്ലാഹുവേ അല്ലേ? ഓരോ സന്ദർഭങ്ങളിലും അല്ലാഹു സിക്റിന്റെ ഫീലിങ്ങിൽ കഴിയാനാണ് അവർ പറഞ്ഞത്, നല്ല മക്കളുണ്ടാകാൻ അല്ലേ? തൻ്റെ വയറിലൊന്ന് കൈവച്ചിട്ട്, പഠിച്ചവൻ എൻ്റെ കുട്ടിയാണല്ല, ഞാൻ കണ്ടിട്ടില്ല,
അവിടെ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പടച്ചവനെ, എൻ്റെ കുട്ടീനെ നീ അനുഗ്രഹിക്കണേ അല്ല. എനിക്ക് വലിയ ആഗ്രഹമാണ് എൻ്റെ കുഞ്ഞിനെയും കൈപിടിച്ച് സ്വർഗത്തിൽ നിന്ന് കടക്കണമെന്ന്. ഓ, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഉമ്മയില്ലേ? ഈ കുട്ടിയും അതിൻ്റെ ഉള്ളിൽ നാമയും പറയുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ പൊരുൾ, ഇതാണ് വേണ്ടത്. അവിടെന്നേ തെറ്റി സംഗതികൾ. അതങ്ങനെ അങ്ങോട്ട് കടന്നു വരുന്ന ഓരോ സമയത്തും ഖുർആൻ എടുക്കുമ്പോൾ ഉമ്മ ആലോചിക്കുകയാണ്, പടച്ചവനെ നിന്റെ കലാമാണിത്, എൻ്റെ കുട്ടിക്ക് ഇത് പഠിക്കാൻ അവസരം കിട്ടുമോ അപ്പ? എനിക്കോ ഇത് പഠിക്കാൻ കഴിയാതെ പോയി, എൻ്റെ കുട്ടി എന്താകും? കണ്ടോ ഈ വേദനയില്ലേ? ഉമ്മ നമസ്കരിക്കാൻ നിൽക്കുകയാണ്, എൻ്റെ റബ്ബിന്റെ മുന്നിലാണല്ലോ. ആ ഫീലിങ്ങിൽ ഉമ്മ നിസ്കരിക്കുകയാണ്, കുട്ടിയും കൂടെ നിസ്കരിക്കുകയാണ്. ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എവിടെ നിന്ന് തുടങ്ങണം ഈ സംഗതി എന്നറിയോ പരിപാടി? ഇനി അവിടെ കടന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകണം. ജനനം പ്രസവം കഴിഞ്ഞു, ജനിച്ചിങ്ങോട്ട് വന്നില്ലേ? കണ്ടില്ലേ കുട്ടികളെ? ഇത് ഇങ്ങനെ പറയേണ്ടതല്ല കേട്ടോ, വലിയ ദീർഘമായി വലിയൊരു ക്ലാസ്സാണ്. ഞാൻ ചുരുക്കിയൊരു കാര്യം പറയാം. നമ്മൾ എത്തിപ്പെട്ട ഈ ആളുകളെയൊക്കെ കുറ്റം പറയണ്ട. സിനിമ കണ്ടിട്ട് കുട്ടികൾ കേടായി, മൊബൈലാണ് നശിപ്പിച്ച് കളഞ്ഞത്, ഈ കാലമല്ലേ എന്നൊക്കെ. ഈ കാലം ഈ കാലം തന്നെയാണ്, കാലത്തിന് യാതൊരു മാറ്റമില്ല. കേടാകേണ്ടവൻ എല്ലാ കാലത്തും കേടായി. ഇന്നെന്താന്ന് വെച്ചാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒന്നും നമ്മളവർക്ക് കൊടുത്തില്ല. പഴയ കാലത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇതൊക്കെ ആയി കഴിഞ്ഞാൽ അവരുടെ ദിക്റോ തസ്ബീഹോ സലാത്തോ അല്ലെ? പഴയ കാലത്തൊക്കെ അങ്ങനെയല്ലേ? ഇപ്പൊ അതൊന്നും ഇല്ലാന്നേ, ഒരു ചിന്തയില്ല. അന്നൊക്കെ ഒരു പേടിയായിരുന്നു, പ്രസവം നടന്നാൽ എന്താകുന്നു, പ്രസവത്തിൽ തന്നെ മരിച്ചു വന്ന ആശുപത്രിയൊന്നും ഇല്ലാത്ത കാലം മുമ്പൊക്കെ. അന്ന് കുറെ ബേജാറിലാണ് അവരുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ ഈ സാധനമൊക്കെ ഒരു ഹൃദയം തുറന്ന അവസ്ഥയിലാണ് പിള്ളേരെ പുറത്തേക്ക് വന്നത്. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പം കംപ്ലീറ്റ് ഇതാണ്, ഇതിനകത്ത് ഇങ്ങനെ കിടക്കാണ്. എന്നിട്ട് ഇനി കുട്ടി ജനിച്ച് പുറത്തേക്ക് വന്നാലോ? നമ്മൾ പറഞ്ഞു തന്ന ബദർ യുദ്ധത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു തലമുറയെ സൃഷ്ടിക്കണ്ടേ? അള്ളാഹുവിനോടൊപ്പം നിൽക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം നിൽക്കുന്ന, ജീവിതത്തിൽ ഒരിക്കലും വിട്ടുപിരിയാനാവാത്ത സുഹൃബന്ധമായി അള്ളാഹുവിന്റെ റസൂലിനെ ചേർത്ത് പിടിക്കുന്ന, ഇവർ പറഞ്ഞ പോലെ പറയണ്ടേ നമ്മുടെ മക്കളും? അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ ഞങ്ങൾ പിരിയുന്ന പ്രശ്നമേ ഇല്ല, ഒരിക്കലും ഞങ്ങൾ പിരിഞ്ഞു പോകില്ല, അത്രമാത്രം താങ്കളെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് റസൂലെ എന്ന് പറയുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കണ്ടേ? ഇത് മദ്രസ വിട്ടുണ്ടാവുമോ? ജനിച്ച് ഈ കുട്ടി പുറത്ത് വന്നു കഴിഞ്ഞാലോ പിന്നെ എന്തൊക്കെയാ എൻ്റെ പാഠങ്ങൾ? കുട്ടിക്ക് പാല് കൊടുക്കും. 2 കൊല്ലക്കാലം ഏകദേശം നീണ്ടു നിൽക്കുന്നതാണ് ആ കാലം. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ അനുഭവമുള്ള ഒരു കാര്യമാണല്ലോ അല്ലേ? പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി എന്താ ചെയ്യുക? ഉമ്മാന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേ കിടക്കും. ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണതാണ്. എന്താ സംഭവം? സുബ്ഹാനല്ലാഹ്, എന്താ അവിടെ നടക്കുന്നത്? ഉമ്മയിൽ നിന്ന് സൈക്കോളജി പറയുന്നു, മോഡേൺ സൈക്കോളജി പറയുന്നു, ഉമ്മയുടെ കണ്ണിൽ നിന്ന് ഡാറ്റകൾ വലിച്ചെടുക്കുകയാണ്. ബ്ലൂടൂത്ത് ഓണായി കിടക്കാണ് രണ്ടും. അള്ളാഹുത്തല ഓണാക്കിയിട്ടിരിക്കുകയാണ്, 2 ഓണാക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള ഡാറ്റകളൊക്കെ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തുള്ള ചിന്തകൾ, ആഗ്രഹങ്ങൾ, ഹൃദയത്തിൽ കടന്നു പോകുന്ന വികാര വിചാരങ്ങൾ, ഒരാളോടുള്ള പകയും അസൂയയും ശത്രുതയൊക്കെയാണ് കുട്ടിക്ക് പാല് കൊടുത്തോണ്ട് പണ്ട് എന്നെ ഉപദ്രവിച്ച കഥയും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്, ഇരിക്കുകയാണ്. കുട്ടിയിലേക്ക് നേരെ പോവുകയാണ്. പകയുടെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു, അസൂയയുടെ വേറൊരു പാഠം പഠിപ്പിച്ചു. വേറെ ആണെങ്കിൽ അതിനൊന്നും പറ്റിയില്ലേ, മൊബൈലുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതിപ്പോ ഉള്ളിൽ പോകണ്ട, നേരെ കണ്ണിലെത്തുന്നു, അവിടുന്ന് ഡയറക്റ്റ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എന്താ കണ്ടുകൊണ്ടിരിക്കുക? അതിൻ്റെയൊക്കെ കുട്ടി ഉറങ്ങിപ്പോയത് പറഞ്ഞിട്ടില്ല കേട്ടോ, ഇതൊന്നും അറിഞ്ഞിട്ടില്ല സംഗതി. പവിത്രമായൊരു കർമ്മമായിട്ടാണ് കുട്ടികൾക്ക് പാല് കൊടുക്കുന്നതിനെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഓരോ തുള്ളിക്കും പകരമായി 10 പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, 10 ദർജകൾ ഉയർത്തപ്പെടുന്ന, 10 നന്മകൾ രേഖപ്പെടുത്തപ്പെടുന്ന ഏറ്റവും പവിത്രമായ കർമ്മമാണ്. നമ്മുടെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനൊരു പാഠമില്ല, ഇങ്ങനെ സംഗതി ഇല്ല, ഇത് പഠിപ്പിക്കലുമില്ല എവിടെ. ഒതുകൂടി വേണം കുട്ടിക്ക് പാല് കൊടുക്കാൻ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുട്ടി എപ്പോൾ കരഞ്ഞാലും ഒതുവുള്ളൊരു ഉമ്മയായിരിക്കണമെന്നാണ്. അതിൻ്റെ പെരുള് തിരിഞ്ഞില്ലേ? എപ്പം കുട്ടി കരഞ്ഞാലും എപ്പം വേണേലും കരയാമല്ലോ, ആ നേരത്തെ ഒതു കൊടുക്കാൻ ഓടാൻ പറ്റുമോ? അപ്പോൾ അത്ര പവിത്രരായ വിശുദ്ധരായ ഉമ്മമാർക്കുള്ളതാണ് വിശുദ്ധരായ മക്കൾ. ഈ പാഠം നമ്മൾ എങ്ങനെ പഠിപ്പിക്കണ്ടേ? ഇതല്ലേ പഠിപ്പിക്കേണ്ട സമൂഹത്തിന്. അപ്പൊ അതുകൊണ്ട് ബദർ യുദ്ധം അവിടെ എങ്ങനെ നടന്നു, അതെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി വരികയാണ്. അവർ പെട്ടെന്ന് തോന്നല് പറഞ്ഞല്ല, ഈ ഈമാനിന്റെ കരുത്തിൽ നിന്നാണ് അവർ ഈ സംസാരിക്കുന്നത്. ഈമാനിന്റെ അതിശക്തമായ പാഠങ്ങളാണത്. കൈക്കുഞ്ഞ് കയ്യിലിരിക്കുമ്പോഴും അത് വെച്ച് നടക്കുമ്പോഴും തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ആദ്യം വികാര വിചാരങ്ങളിലൂടെ പകർന്നു വെക്കുന്ന ഈമാൻ കുഞ്ഞിനോട് 2 വയസ്സൊക്കെ ആകുമ്പോൾ മുതൽ ഉമ്മ പറഞ്ഞു തുടങ്ങുകയാണ്.
അള്ളാഹുവിൻ റസൂലിന് അത് ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യരുത് കേട്ടോ. അള്ളാഹുവിന് എന്ത് ഇഷ്ടമാണ് എൻ്റെ കുട്ടീനെ. എന്ത് ഇഷ്ടമാണ്. എൻ്റെ കുട്ടീൻ്റെ കൈ കാണാൻ എന്ത് ഭംഗിയാണ്. എൻ്റെ കുട്ടീൻ്റെ കണ്ണ് കാണാൻ എന്തൊരു ഭംഗിയാണ്. അള്ളാഹു തന്നതാണ് കേട്ടോ. കുഞ്ഞി പാഠങ്ങൾ പകർന്നു വെക്കാണ് കുട്ടിയിലേക്ക്. ഇങ്ങനെ പകർന്നു വെച്ച എത്ര ഉമ്മമാരുണ്ട് നമ്മുടെ കൂടെ. അവിടെയാണ് അള്ളാഹുവിനെ കാണാൻ മോഹിക്കുന്ന ഒരു കുട്ടി ജനിച്ചു വരിക. എനിക്ക് എൻ്റെ റബ്ബിനെ കാണണം, എന്തോ ഒരു വാത്സല്യമാണ് എൻ്റെ റബ്ബിന് എന്നോട് എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് ഒരു ഉമ്മ ഈ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ സുഹൃതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതില്ലാതെ പോയതാണ് ഈ കാലഘട്ടത്തിന്റെ തകരാർ. നമ്മൾ പോലും അതിന്റെ ഇരകളാണ് ഈ ഇരിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷവും. ഏതോ കാലത്ത് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഈ വലിയ പാഠങ്ങളൊന്നും നമ്മളിലേക്ക് കടന്നു വന്നിട്ടേ ഇല്ല. നമ്മളിപ്പോഴും വേറെന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു താല നമ്മളെയും നമ്മുടെ മക്കളെയും ഭാവി സന്തതി പരമ്പരകളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. അവിടെയാണ് ഈമാനിന്റെ കരുത്തുള്ള ഈ സമൂഹം രൂപപ്പെട്ടു വരിക. അവിടെയാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹു റസൂലിനോട് ചേർന്ന് നിൽക്കുന്ന, പരലോക നാളിൽ പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിനത്തെ അള്ളാഹു എന്നാളിൽ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഭയപ്പെട്ട് കരയുന്ന, ചിലപ്പോഴൊക്കെയും സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ ഞാൻ എൻ്റെ റബ്ബെ നിന്റെ അടുക്കലേക്ക് ഞാൻ ഓടി വരും, എന്നെ നീ തടയില്ല പടച്ചവനെ എന്ന് പറയുന്ന ആത്മവിശ്വാസമുള്ള തലമുറയെ വാർത്തെടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ കാണുന്ന എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കപ്പെടും. ഒരു ജാഹിലിയത്തിലേക്ക് നമ്മുടെ കുട്ടി പോകില്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, അല്ലാഹു റസൂൽ പഠിപ്പിച്ച പോലെയാണ് നീ നിന്റെ കുട്ടീനെ വളർത്തിയിരുന്നെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞാൽ നിന്റെ കുട്ടീനെ എങ്ങോട്ടും വിട്ടോ, ലോകം മുഴുവൻ കുഫറിലാണെങ്കിലും നിന്റെ കുട്ടി ഈമാനിന്റെ ഹിദായത്തിന്റെ നിറകുടമായി ഉയർന്നു എന്ന് പറയുന്നത്. അപ്പൊ ചുറ്റുവട്ടത്തുള്ള ആളുകൾ കേടുവന്നുകൊണ്ടല്ല നമ്മുടെ കുട്ടി കേടുവന്നത്, നമ്മുടെ കുട്ടിയെ നമ്മൾ കേടുവരുത്തി വെച്ചത് കൊണ്ടാണ്. അതിനെ നേരെയാക്കിയിട്ടില്ല, അതിന് വെളിച്ചം കൊടുത്തില്ല. ഇരുട്ടിലൂടെ നടക്കാൻ ആവശ്യമായ വെളിച്ചവുമായിട്ടല്ല അതിന് നമ്മൾ പുറത്തിറക്കി വിട്ടത്. ഇതാണ് സംഭവിച്ചത്. അള്ളാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് ബദറിന്റെ കഥ പറഞ്ഞ് കേട്ടുപോകുന്നതിന് പകരം ആ സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈമാനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെയും അള്ളാഹു റസൂലിനോടുമുള്ള അവരുടെ ഗാഢമായ ബന്ധത്തിന്റെ പേരാണ് ഈ പറയുന്ന സംഗതി. ഇത് മാത്രമല്ല, ആ സംഭവത്തിൽ പിന്നെയും ഉദ്ധരിക്കാനുള്ള വലിയ സംഗതികളുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടുന്ന ഒരു സംഗതിയുമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീർഘമായ പ്രാർത്ഥനകളുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മ കാന യൗമ ബദർ നദറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മുശ്രിക്കീൻ വഹും അൽഫൻ. അത് കുറേ നിവേദനമുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയുന്ന വേറെയും ചില സംഗതികളുണ്ട്. അവിടെ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ മക്ക മുശ്രിക്കീങ്ങളുടെ വലിയ സംഘത്തെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നടത്തുന്നത് പ്രാർത്ഥനയാണ്. അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, എൻ്റെ റബ്ബേ എനിക്ക് നീ വാഗ്ദാനം ചെയ്ത് എനിക്ക് നീ തരണേ പടച്ചവനെ. വലിയൊരു സംഘമാണ് ഈ വന്നിരിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് അദ്ദേഹം റസൂൽ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ആതി മാ വഅദ്തനി അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബതു മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദ ഫിൽ അർദ്. അല്ലാഹുവേ, ഈ ചെറിയ സംഘമാണ് എൻ്റെ കൂടെയുള്ളത്, ചെറിയൊരു കൂട്ടര, ഇത്തരം ആളുകൾ എൻ്റെ കൂടെ ഉള്ളതല്ല. ഇവരെങ്ങാനും നശിപ്പിക്കപ്പെട്ടു പോയാൽ പിന്നെ നിന്നെ ഇബാദത്ത് ചെയ്യാൻ ഈ ലോകത്ത് ഒരാളും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പടച്ചവനെ നീ വാഗ്ദാനം ചെയ്ത ആ സഹായം ഞങ്ങൾക്ക് നീ തരണയല്ല. പ്രാർത്ഥനയാണ്. ദുആ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാട്ടോ, ഭയങ്കര പവറാണ്. നമ്മൾ വിചാരിക്കുന്ന സംഗതിയല്ലത്. റമളാനിന്റെ പകലുകളാ കടന്നു പോകുന്നത്, രാവുകളാ കടന്നു പോകുന്നത്. നമ്മൾ നന്നായി ദുആ ചെയ്യണം കേട്ടോ. നമ്മൾ നമുക്ക് വേണ്ടി തന്നെ, നമ്മുടെ മക്കൾക്ക്, കുടുംബത്തിന്, ഇസ്ലാമിക സമൂഹത്തിന് ഒക്കെ വേണ്ടിയുള്ള പ്രാർത്ഥന ഭയങ്കര പവറാണ്, ഭയങ്കര ശക്തിയായി സാധനം. വേറെ എന്തിനേക്കാൾ നമ്മുടെ ഗസയിലെ വിജയമൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഫലസ്തീനുകളിലെ ഗസയിലെ വിജയം, ഹമാസിന്റെ വിജയം നമുക്ക് ഉറപ്പാണ്. ഒരുപാട് ആസൂത്രണങ്ങൾ അവരുടെ പിന്നിലുണ്ട്. പക്ഷേ ശത്രുവിൻ്റെ ആയുധം, ഈ എല്ലാ ആസൂത്രണത്തെയും തകർക്കുന്ന സാധനമായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തുടനീളമുള്ള മുഅ്മിനീങ്ങളുടെ കണ്ണു നിറഞ്ഞുള്ള പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങളാണത്, നീ കൈവിടല്ല അല്ലാ എന്നുള്ള പ്രാർത്ഥനയേക്കാൾ വലിയൊരായുധവും അവരുടെ സഹായത്തിന് എത്തിയിട്ടില്ല. ബദറിന്റെ വിജയത്തിന്റെ രണ്ടാമത്തെ അടിസ്ഥാന ഘടകം റബ്ബിലേക്ക് സർവ്വതും ചേർത്ത് വെക്കുന്ന മനുഷ്യരായിരുന്നു അവരെന്നതാണ്. അള്ളാഹുവിനാ വിട്ടുകൊടുക്കുന്നത്, അള്ളാഹുവിൽ തവക്കുലാക്കുകയാണെല്ലാം. പടച്ചവനെ, എല്ലാം നിന്റേതാണല്ലോ അല്ലാ, ഞങ്ങൾക്കൊരു കഴിവുമില്ല പടച്ചവനെ.
താൻ പോരുമയില്ലാത്ത വിനയാന്വിതരായ മനുഷ്യരാണ്. നമുക്കൊന്നും ഇല്ലാന്നേ കേട്ടോ. നമ്മളങ്ങനെ വിചാരിച്ചു പോകണം. ജീവിതത്തിന്റെ ഏതോ ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ കടന്നു പോകുന്ന അഹന്തയും അഹങ്കാരവും പൊങ്ങച്ചവും ഒക്കെ ആയിരിക്കാം നമ്മളെ ചിലപ്പോൾ ഒന്നുമല്ലാത്ത മനുഷ്യരാക്കി മാറ്റുന്നത്. എല്ലാം എൻ്റെ റബ്ബിന്റെ കാരുണ്യവും വാത്സല്യവും ഔദാര്യവുമാണ്. എന്തൊരു വാത്സല്യമാണ്, എന്തൊരു കാരുണ്യമാണ് എൻ്റെ റബ്ബിന് എന്നോടുള്ളത്. എന്നെ സഹായിക്കാനും എന്നെ രക്ഷപ്പെടുത്താനും ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും എൻ്റെ റബ്ബല്ലാതെ മറ്റാരും എൻ്റെ കൂടെയില്ല, വേറെ ആരുമില്ല. ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുമ്പോൾ ഡോക്ടറെ അല്ല നമ്മൾ ഭരമേൽപ്പിച്ചത്, എൻ്റെ റബ്ബിനെയാണ്. എൻ്റെ മോള് പഠിച്ചവനെ ലേബർ റൂമിലാണുള്ളത് അല്ലേ, ഭയങ്കരമായ വൈകാരികതയിലാണ്. ആരെ ഏൽപ്പിക്കുന്നത്? എൻ്റെ റബ്ബിനെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. അത് സുരക്ഷിതമാകണം എന്ന് എൻ്റെ പ്രാർത്ഥന. അവിടെ ആരുണ്ടാകണം? അല്ലാഹുവേ, നിന്റെ നോട്ടം അവിടെ നിർത്തണം. അതാ രോഗക്കിടക്കയിലുള്ള എൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, എൻ്റെ ഭർത്താവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അവിടെ നിൽക്കരുത് കേട്ടോ, എൻ്റെ അയൽപക്കക്കാർക്കുള്ള പ്രാർത്ഥനയായി. അങ്ങനെ 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 പ്രാർത്ഥന ബന്ധിതമാണ് മുഅ്മിനീങ്ങളുടെ ജീവിതം. എവിടെയും പ്രാർത്ഥനയുടെ വലിയ പൊരുളും പാഠവും പഠിപ്പിക്കുന്നുണ്ട് ബദർ യുദ്ധം. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ ബദർ യുദ്ധത്തിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ടല്ലോ. ആ സംഭവം നമുക്കറിയാം. അവർക്ക് ഒരു ഉറക്കം ഉണ്ടാകുന്നുണ്ട്. ഈ തലേ ദിവസം ഇവർ വരികയാണ്, താൻ പഠിക്കുന്ന സമയം. അപ്പൊ അത് ശേഷം ആയത്തിൽ അതിനെ കുറിച്ച് വരുന്നുണ്ട്. രാത്രിയിൽ എല്ലാവരും നന്നായി കിടന്നുറങ്ങുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എല്ലാവരും നല്ല ഉറക്കം, എല്ലാവരും നല്ല ഉറക്കം. ഞാൻ എണീറ്റു, നേരം വെളുക്കാനായി, പുലർച്ചയാകാനായിട്ടുണ്ടാവും. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തമ്പിന്റെ അടുക്കലേക്ക് പോയി. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉറങ്ങാത്ത ഒരാൾ മാത്രമേ ആ രാത്രിയിലുള്ളൂ, അത് അല്ലാഹുവിന്റെ റസൂലാണ്. സുജൂദിലാണ്, കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ആകാശത്തേക്ക് കൈ ഉയർത്തി ദുആ ചെയ്യും. ഒടുവിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് പറയുന്നുണ്ട്, അല്ലാഹു റസൂലേ, മതിയാക്ക റസൂലേ, മതിയാക്ക. ഇത്രയൊക്കെ പറഞ്ഞില്ലേ, മതി, ഇനി മതി, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല. റസൂലിനോട് പറയും. ആ പ്രാർത്ഥനയാണ് മലക്കുകളെ അവിടെ എത്തിച്ചത്. ആ പ്രാർത്ഥനയാണ് അവിടെ മഹാ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ദുആ ചെറിയൊരു കാര്യമല്ല കേട്ടോ. പക്ഷെ ദുആയ്ക്ക് ഇജാബത്തുള്ള മനുഷ്യരാകണമെന്ന് മാത്രം. ദുആയ്ക്ക് ഇജാബത്തുള്ള മനുഷ്യരാകണം. ഹറാമ് തിന്നുന്നവരാകരുത്, ഹറാമിന്റെ വിഹിതമൊന്നും അകത്ത് പോകരുത്. അങ്ങനെ അകത്ത് പോയാൽ ദുആഇന്റെ ഇജാബത്തിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. അത് വലിയൊരു പദവിയാണ്, ദുആഇന് ഇജാബത്തുള്ള മനുഷ്യരാകുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഭക്ഷണം ഹറാമ് കൊണ്ട് ഹറാമ് ധരിക്കുന്ന, ഹറാമ് കഴിക്കുന്ന അവർക്ക് ദുആഇന് ഇജാബത്ത് ലഭിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല രൂപങ്ങളിൽ പറയുന്നുണ്ട്. അത്തിബു മതഅമക് യാ മുആദ് എന്ന് പറഞ്ഞു. മുആദേ, നിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചോ, അത് ശരിയായിക്കോ, ഹറാമ് കലരാതെ നോക്കിക്കോ, നിനക്ക് അല്ലാഹു തആല ഉത്തരം തരുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മളിരിക്കുന്ന അധികം ആളുകളും അക്കാര്യത്തിലൊക്കെ സൂക്ഷ്മതയുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ദുആഇന് ഇജാബത്ത് കിട്ടാൻ സാധ്യതയുള്ളവരുമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ നിരന്തരമായി ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥനയെക്കുറിച്ച് പിന്നീട് വിശദീകരിക്കുന്നു ഉലമാക്കൾ. അതിന് അല്ലാഹു തആല നൽകിയ 3 ഉത്തരങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട്. അതിനെന്താ പറഞ്ഞത്? ഒന്നാമത്തെ എന്താ? തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. റസൂലിന്റെ പ്രാർത്ഥന അതിന്റെ പാരമ്യതയിലെത്തിയപ്പോൾ അല്ലാഹു പറയാണ്, എന്താ പറയണത്? മലക്കുകളെ പറഞ്ഞേക്കാൻ പോണു. എന്തിന്? വമാ ജഅലല്ലാഹു ഇല്ലാ ബുശ്റാ വലിതത്മഇന്ന ബിഹി ഖുലൂബുക്കും. നിറയെ മലക്കുകൾ വരാൻ പോകണം. അവിടെ യുദ്ധം ചെയ്യാനൊന്നുമല്ല, നിങ്ങൾക്ക് നല്ല കരുത്ത് പകരാൻ, നിങ്ങൾക്ക് നല്ല മനസ്സമാധാനം ഉണ്ടാകാൻ. സഹാബാക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത കുറേ ആളുകൾ കണ്ടു. ആ ദുആഇന്റെ ആ ശക്തി അതവിടെ കൂടെ എത്താണ്. അല്ലാഹു പറയണേ, ഞാൻ മലക്കുകളെ പറഞ്ഞേക്കാൻ പോകണം. എന്തുമാതിരി ദുആയിരിക്കും ആലോചിക്കരുത്. മോമിനീങ്ങൾക്ക് മനസ്സിനത്. അപ്പോൾ ആ ദുആഇന്റെ ഇജാബത്ത് നൽകുന്നത് മലക്കുകളെ കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം.
എന്ന് മാത്രമല്ല ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ആ സമയത്ത് വരുന്നുണ്ട്, നേർക്ക് നേരെ തന്നെ വരുന്നുണ്ട്. വന്നുകൊണ്ടാണല്ലോ ഒരു പിടി മണ്ണെടുക്കാനും അവരുടെ നേരെ എറിയാനും പറയുന്നത്. രക്ഷപ്പെട്ട മുശ്രിക്കീങ്ങളൊക്കെയും പറയുന്നുണ്ട്, പിന്നെ ഞങ്ങൾക്ക് കണ്ണേ കാണുന്നില്ല, ഇതെന്താണെന്നറിയില്ല, ഒരു പിടി മണ്ണാണ്, അത് എടുത്തിട്ട് അള്ളാഹുവിന്റെ നാമത്തിൽ അവരുടെ നേരെ ഇങ്ങനെ എറിയുകയാണ്. ഏട്ടാ ചരിത്രത്തിൽ കാണാം, ഫമാ ബഖിയ മിനൽ മുശ്രിക്കീന മിൻ അഹദിൻ ഇല്ലാ വഅസാബ ഐനൈഹി, ആ മണ്ണിന്റെ പൊടി പെടാത്ത ഒരാളും മുശ്രിക്കീങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അത് ആരെന്ന് പറഞ്ഞു കൊടുക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം. ഇതാണ് ദുആഇന്റെ പവറാണ്, അതിന്റെ ഒരു ഉത്തരം അല്ലാഹു തആല നൽകുന്നതാണ് ഈ കാണുന്നത് മലക്കുകളെ കൊണ്ട്. നമുക്കും ഉണ്ടാകട്ടെ അതൊക്കെ, ആ ദുആഇന്റെ അതിന്റെ പാരമ്പര്യയിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളാണത്. എന്ന് മാത്രമല്ല രണ്ടാമത്തെ അതിന്റെ ഉത്തരം പിന്നെയും പറഞ്ഞു വെക്കുന്നുണ്ട്. രണ്ടാമത്തെ അതിന്റെ ഉത്തരത്തിൽ നമുക്ക് കാണാം, പിന്നെ യുഗ്സിയകുമുൻ നുആസു അമനത്തൻ മിൻഹു വയനസിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുതഹിറകും ബിഹി വയദ്ഹിബു അൻകും റിജ്സ ശയാത്തീൻ. അല്ലാഹു തആല പറയും, എന്താ പറഞ്ഞത്? യുഗ്സിയകുമുൻ നുആസു അമനത്തൻ മിൻഹു, നിങ്ങൾക്കൊരു ഉറക്കം ബാധിച്ചു. എല്ലാവരും ഭയങ്കര ബേജാറിലായിരുന്നല്ലോ. സഹാബാക്കൾ പറയാണ്, എന്താണെന്ന് അറിയില്ല, രാത്രി ആയപ്പോൾ എല്ലാവർക്കും ഉറക്കം വരിക. സാധാരണ പിറ്റേന്ന് നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുന്ന ദിവസം പോലും നമുക്കൊരു ബേജാറില്ലേ, പഠിച്ചവൻ എന്തായിരിക്കും എന്തോ അല്ലെ, അങ്ങനെയില്ലേ? അതിനൊക്കെ ആൾ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇല്ല, അങ്ങനെയില്ലേ? ഒരു സംഗതിയുണ്ട്, എല്ലാ കാര്യത്തിലും ഇല്ല അങ്ങനെ ബേജാറ്. മക്കളെ ഗൾഫിന് പറഞ്ഞയക്കണ ഉമ്മ എയർപോർട്ടിലെത്തി രാത്രി 12 മണിക്കാണ്, നേരം വെളുക്കണ വരെ കാത്തിരിക്കും. എന്താ അറിയോ, അവിടെ എത്തിയിട്ട് കോള് വരുമെന്ന് നോക്കിയിട്ട് ഒരു ബേജാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പൊതുവെ അല്ലേ, അങ്ങനെയല്ലേ? നമ്മൾ എന്ത് കാര്യത്തിലും അങ്ങനെ ഉണ്ടാവുമല്ലോ. നമുക്ക് ഉറക്കം വരുമോ? നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഒരാൾ ഓപ്പറേഷൻ തിയേറ്ററിലാണ്, നമുക്ക് ഉറക്കം വരുമോ? നമ്മൾ പുറത്തിങ്ങനെ കാത്തിരിക്കില്ലേ, എന്തെങ്കിലും ഒന്ന് കിട്ടാൻ, സമയം പോകണം നമ്മൾ അറിയില്ല, അങ്ങനെ ഇരിക്കും. നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരാണെങ്കിൽ കേട്ടോ, ആ ഹൃദയബന്ധം അനുസരിച്ചാണ്. ഇവർക്ക് പിറ്റേ ദിവസം നടക്കാനുള്ള യുദ്ധത്തെക്കുറിച്ച് വലിയ പരിചയമുള്ളവരൊന്നുമല്ല ഈ ഉള്ള ആളുകൾ. പാവപ്പെട്ട കർഷകരാണ്, മദീന നിവാസികളായ ആളുകൾ. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, നാളെ എന്താ സംഭവിക്കാൻ പോകണം, വലിയൊരു സംഘം അവിടെ വന്ന് നിൽക്കുന്നു, അവരപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവരെല്ലാവരും വളഞ്ഞിട്ട് ഞങ്ങളെ കൊല്ലാൻ പോവാണ്, വധിക്കാൻ പോകണം, ഉറക്കം വരികയല്ല അല്ലേ? സഹാബാക്കൾ പറയുകയാണ്, അത് അല്ലാഹു തആല പറയാണ്, നാം അവർക്ക് എന്ത് നൽകി, നിങ്ങൾക്ക് നാം എന്ത് നൽകി? ഒരു ഉറക്കം നൽകി. നുആസ് എന്നാ പറയുക, പ്രത്യേകമായൊരു ഉറക്കം. പുറമേയുള്ള കാര്യങ്ങളെല്ലാവരും അറിയുന്നുണ്ട്, പക്ഷെ എന്നാൽ എല്ലാവരും ഉറക്കത്തിലാണ്. അങ്ങനെ പ്രത്യേകമായൊരു ഉറക്കം അല്ലാഹു തആല അവർക്ക് നൽകിയിരുന്നു. എന്ന് മാത്രമല്ല ആ രാത്രിയിൽ ഒരു മഴ പെയ്തു. ഭയങ്കരമായ പ്രശ്നത്തിലായിരുന്നു, മഴ പെയ്തു, കനത്ത ശക്തമായ മഴ. ലിയുതഹിറകും ബിഹി, അവരൊക്കെ ദിവസങ്ങളായില്ലേ, ആകെ യാത്രയിലാണ്, മരുഭൂമിയിലുള്ള ദീർഘമായ യാത്രയിൽ കുടിക്കാൻ വെള്ളമില്ല, ഒന്നുമില്ല, കുടിക്കാൻ വെള്ളമില്ല, വലിയ വിഷമത്തിലാണ്. നല്ലൊരു മഴ. എന്നിട്ട് അല്ലാഹു തആല ഉടനെ പറഞ്ഞു, വയദ്ഹിബു അൻകും റിജ്സ ശയാത്തീൻ, പിശാചുക്കൾ നിങ്ങളിൽ ഇട്ട് തന്ന മാലിന്യങ്ങളെ കഴുകിക്കളയാൻ വേണ്ടി. ഇതൊക്കെ ആകുമ്പോൾ ഭയങ്കര ആത്മവിശ്വാസമായി, വെറുതെ അല്ല, അല്ലാഹുവിന്റെ സഹായം വന്നെത്തുകയാണ് എന്നുള്ള ഭയങ്കരമായ ആത്മവിശ്വാസത്തിലെത്തിയത്. മറുഭാഗത്താവട്ടെ വെള്ളം ഇങ്ങനെ ചെരിഞ്ഞൊരു പ്രദേശമാണ്, ഇവിടെ പെയ്ത മഴ മുഴുവൻ താഴേക്ക് ഒഴുകിയെത്തി. അവർക്ക് ശത്രുക്കൾക്ക് നിൽക്കാൻ പോലും കഴിയാത്ത ഒരു ആകെ ചെടിയും വെള്ളമൊക്കെ അവിടെ. ഇവിടെ വളരെ സുരക്ഷിതമായ ഇടം. അവരിങ്ങനെ വിചാരിച്ചു തുടങ്ങി, അല്ലാഹുവേ നിന്റെ സഹായം വന്നെത്തി തുടങ്ങിയല്ലോ അല്ലാഹ്. അതുകൊണ്ട് അവർ ഹൃദയത്തിൽ ആ അവശേഷിച്ചിരുന്ന എന്തെങ്കിലും ചെറിയ വൈകല്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പിശാചിന്റെ തോന്നലിലൂടെ ഉണ്ടായ ചില കുറെ കാര്യങ്ങളുണ്ടാവും. അതെല്ലാം അല്ലാഹു തആല കഴുകി വൃത്തിയാക്കിയതിലൂടെ കരുത്തരാക്കി മാറ്റി അവരെ. ആ ദുആഇന്റെ എഫക്റ്റ് പറയുന്നിടത്താണ് മുഫസ്സിരീങ്ങൾ ഇതെല്ലാം എടുത്തു പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വാങ്ങിയതാണ് ഇതെല്ലാം തൻ്റെ റബ്ബിനോട്, എല്ലാം ചോദിച്ചു വാങ്ങുകയാണ്. ഒന്നാമത്തെ ഉത്തരത്തിൽ നമുക്ക് കാണാം, യൂഹി റബ്ബുക ഇലൽ മലായികത്തി അന്നി മഅകും ഫസബ്ബിതുൽ ലദീന ആമനു. അല്ലാഹു തആല വഹി നൽകുകയാണ്. ഇത് യൂഹി റബ്ബുക ഇലൽ മലായികത്തി, മലക്കുകൾക്ക് നാം വഹി നൽകി. എന്താ? അന്നി മഅകും, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഫസബ്ബിതുൽ ലദീന ആമനു, സത്യവിശ്വാസികളെ നിങ്ങൾ ദൃഢപ്പെടുത്തുക, ബലപ്പെടുത്തുക. ഇങ്ങനെ നാനാഭാഗത്തു നിന്നുള്ള സന്തോഷ വാർത്ത അവരിലേക്ക് എത്തുന്നുണ്ട്. ദുആഇന്റെ വലിയ ശക്തി നമ്മളോട് വിളിച്ചറിയിക്കുന്നതാണ്. മറ്റൊരു സുപ്രധാനമായ കാര്യമുണ്ട്. നമ്മൾ മുഅ്മിനീങ്ങളാണോ
നമ്മുടെ മുന്നിൽ ശത്രുക്കൾ ഒന്നുമല്ലാതാകും. ചീട്ടുകൊട്ടാരം പോലെ. കാരണം അത് അത്ര ദുർബലമാണ്, ആ സാധനം അത്ര ദുർബലമാണ്. അവർ വിജയിക്കുന്നത് നമ്മുടെ ഈമാനിന്റെ ദൗർബല്യത്തിലാണ്. ഈമാനിൽ കരുത്തരായി അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരാകുമ്പോ ഒരു ശത്രുവും നമ്മുടെ മുന്നിൽ വേറെയില്ല. അതുകൊണ്ട് പേടിയേ ഇല്ലാത്തവരാണല്ലോ മോമിനീങ്ങൾ. പേടി എന്ന് പറഞ്ഞ സാധനമില്ലല്ലോ. അമ്നാണല്ലോ അവരുടെ പ്രത്യേകത, നിർഭയത്വമാണ്. ബദർ നമ്മളോട് പറയുന്ന സംഗതി എന്താണെന്ന് പറയൂ. ലോകത്തുള്ള എല്ലാ കുതന്ത്രക്കാരോടും ശത്രുക്കളോടും മോമിനീങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളൊന്നുമേ അല്ല. നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാനും നിൽക്കണ്ട കേട്ടോ. ഞങ്ങൾ അള്ളാഹുവിൻ്റെ ആളുകളാണ്. അള്ളാഹുവിൻ്റെ സഹായമാണ് ഞങ്ങളുടെ കരുത്ത് എന്ന് ലോകത്തോട് പറയാൻ കഴിയുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് നല്ല കരുത്തുള്ള ഈമാനിന്റെ ഉടമകളായി ബദർ യുദ്ധത്തിൽ നമുക്കറിയാം അല്ലേ, ബദറിലെ രക്തസാക്ഷികൾ ഉണ്ട്. ചെറിയ ആളുകളാണ് രക്തസാക്ഷികളാകുന്നത്. 14 പേരുള്ളവര്. അതിൻ്റെ ഇടയ്ക്കും രക്തസാക്ഷികൾ ഉണ്ടായി കേട്ടോ. അത് വേറൊരു പാഠമാണ് ഇതിൻ്റെ. കണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ബദറിൽ ആരും ഉണ്ടായി? അവിടെ മുഅ്മിനീങ്ങൾ രക്തസാക്ഷികൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പാഠം എന്താ? അത് നമുക്കറിയാത്ത അജ്ഞാതമായ എന്തോ ഒരു കാര്യമാണ്. രക്തസാക്ഷികളെ വേണം അള്ളാഹുവിൻ്റെ ദീനിന് എന്നതായിരിക്കുമോ എനിക്കറിയില്ല. നമ്മൾ ഗസയിലൊക്കെ നോക്കി നമ്മൾ പറയുന്നില്ല, എന്തുമാത്രം ആളുകളാണ് വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു എന്താണ് അങ്ങനെ എന്നല്ലേ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളിന്ന് വലിയത്തഹിദ മിൻകും ശുഹദാ, നിങ്ങളിൽ രക്തസാക്ഷികളെ സ്വീകരിക്കാനും വേണ്ടിയാണ് നിങ്ങളിൽ നിന്ന് ചില ആളുകൾക്ക് ഞാൻ വലിയ പദവി നൽകാൻ തീരുമാനിക്കുകയാണ്. അതും ബദർ യുദ്ധത്തിലെ രക്തസാക്ഷികൾ. പിൽക്കാലത്ത് സഹാബാക്കൾ ഒരുപാട് കൊതിക്കുന്നുണ്ട്, അല്ലാഹുവേ ഞങ്ങൾക്കത് കിട്ടാതെ പോയല്ലോ, ഞങ്ങൾക്ക് കിട്ടാതെ പോയല്ലോ എന്ന് സങ്കടപ്പെടുന്നുണ്ട് പിൽക്കാലത്ത് അവർ. അത് ചെറിയൊരു പദവി ആയിരുന്നില്ല. രക്തസാക്ഷികളെ സ്വീകരിക്കുകയാണ് അല്ലാഹു. രക്തസാക്ഷികളുടെ കവാടത്തിലൂടെ നാളെ പരലോക നാളിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. നിങ്ങള് രക്തസാക്ഷികളല്ലേ എന്ത് പറയാൻ പാടില്ല? അമ്പാത്തൻ മരിച്ചവരെന്ന് നിങ്ങൾ പറയരുതെന്നാണ്. അവർ തങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ ജീവനോടെ ഇരിക്കുന്നവരാണ്. അവർ കാത്തിരിക്കുകയാണ്, തങ്ങളുടെ പിന്നാലെ വരുന്നവരെ കാത്തിരിക്കുന്നവരും കൂടിയാണ് അവർ എന്നൊക്കെ പറയുന്നില്ലേ രക്തസാക്ഷികൾ. നാളെ പരലോക നാളിൽ ഞാൻ പറയുന്നത് അവരോടൊക്കെ ചേർന്ന് നിൽക്കാൻ. രക്തസാക്ഷികൾ ബദറിനെ കുറിച്ച് പറയുമ്പോൾ ബദരീങ്ങളെ കുറിച്ചുള്ള കേവലം വർത്തമാനങ്ങൾക്കപ്പുറം അത് ജീവിതത്തിൻ്റെ വലിയ പാഠമാക്കി മാറ്റാനും അവരൊക്കെ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കാനും അവരൊക്കെ ഉൾക്കൊണ്ട ഈമാനിൻ്റെ ഊർജവും കരുത്തും നേടിയെടുക്കാനും നാളെ പരലോക നാളിൽ അവരെയൊക്കെ സന്തോഷത്തോടെ കണ്ടുമുട്ടാനും അവരെ സ്നേഹിച്ചാൽ നാളെ പരലോക നാളിൽ സന്തോഷത്തോടെ അവരെ നമുക്ക് കണ്ടുമുട്ടാം. ബദരീങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യർ അവരെക്കുറിച്ചൊക്കെ പഠിക്കണം, വായിക്കണം, അറിയണം. എന്നിട്ട് ജീവിതത്തിൽ വലിയ മോഹമായിരിക്കണം അല്ലാഹുവേ ഞങ്ങൾക്ക് അവരെയൊക്കെ ഒന്ന് കാണണമല്ല. അല്ലാഹു എന്നിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ ഒന്നാമത്തെ രക്തസാക്ഷിത്വ പദവി പക്ഷേ നൽകിയത് പെണ്ണിനാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ രക്തസാക്ഷി സുമയ്യ റളിയല്ലാഹു തന്നെയാണ്. നിങ്ങളൊക്കെ ആഗ്രഹിക്കാറുണ്ടോ ഒരിക്കൽ കാണണമല്ല? ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ അല്ലേ? റമദാനിലെ പ്രാർത്ഥനകളിൽ പറയണം, പടച്ചവനെ പ്രിയപ്പെട്ട മാതാവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി, ഞങ്ങൾ അവിടെ നിൽക്കുന്നു, അവരെവിടെ എത്തി നിൽക്കുന്നു. അല്ലാഹുവേ കാണാൻ പറ്റുമോ അവരൊക്കെ? എന്ത് സ്ത്രീകളുടെ പദവി പ്രത്യേകം പഠിക്കേണ്ടതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ പറയാനുള്ളതാണ്. ബദറിനെ കുറിച്ച് പറയുമ്പോൾ അത് പുരുഷന്മാരെ കുറിച്ച് പറയുകയാണല്ലേ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ പിന്നിൽ പ്രചോദനമായി നിന്നതെല്ലാം സ്ത്രീകളായിരുന്നു എന്നതാണ്. അവരെ യാത്ര അയച്ചത്, പറഞ്ഞയച്ചത്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചതൊക്കെ ഈ പെണ്ണുങ്ങളായിരുന്നു. കുറേ ഉമ്മമാരാണ്, കുറേ ഭാര്യമാരാണ്, കുറേ സഹോദരിമാരാണ് അവർ. ഞാൻ ചരിത്രം അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദീനുമായി വന്നിട്ട് ഒന്നാമത്തെ വിശ്വാസിയാകാൻ അള്ളാഹു തആല അവസരം നൽകുന്നത്, ഒന്നാമത്തെ വിശ്വാസി ആരാ? സ്ത്രീയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ റസൂലിൻ്റെ ഏറ്റവും വലിയ പിൻബലമായിരുന്നു. അതുകൊണ്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹ വിട പറഞ്ഞ വർഷത്തെ ആമുൽ ഹുസ്ൻ എന്നാണ് ചരിത്രം രേഖപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ വർഷത്തെ പോലും ആ പേരിൽ വിളിക്കുന്നില്ല. ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം.
നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ വർഷമാണത് എന്നതാണത്. അത്രമാത്രം കേട്ടോ. അതൊരു സ്ത്രീയെക്കുറിച്ചുള്ള വലിയ ഓർമ്മയാണത്, ഒരു ഉമ്മയെക്കുറിച്ചുള്ള ഓർമ്മ. ഒന്നാമത്തെ രക്തസാക്ഷി സുമയ്യ റളിയല്ലാഹു അൻഹ. ആദ്യമായിട്ട് എത്തിയത് അവിടെയാണ് അല്ലേ? ആലോചിച്ച് നോക്കുന്നത്. രക്തസാക്ഷികളുടെ പട്ടികയിൽ ഒന്നാമതായി ആദ്യം കടക്കാൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്തത് അള്ളാഹുവാണ്. അത് മതി എന്ന് തീരുമാനിക്കുകയാണ് പരസ്പരം. എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ ഒട്ടും താഴെയല്ല എന്ന് മാത്രമല്ല, ആണുങ്ങളോടൊക്കെയും പറയുന്നു പലതിലും നിങ്ങളെക്കാൾ മുമ്പിലാണവർ, നിങ്ങളെ അതിജയിച്ച് മറികടന്നു പോകുന്നവരാണവർ. മൈശറയിൽ വിചാരണയ്ക്ക് ശേഷം സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നതും സ്ത്രീകളായിരിക്കും എന്നാണ് ഹദീസുകളിലുള്ളത്. ആ ഒന്നാമതെത്താൻ കഴിയുന്നവരായിരിക്കണം ഈ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ എന്നാണ് ഒടുവിലായിട്ടുള്ള എൻ്റെ വസിയത്ത്. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല മുഅ്മിനീങ്ങളായി ബദറിന്റെ വലിയ സന്ദേശമായി പകർന്നു വെക്കപ്പെട്ട വലിയ ആശയങ്ങളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാനും ആ വെളിച്ചത്തിൽ ജീവിക്കാനും നാളെ പരലോക നാളിൽ അവരെയെല്ലാം സന്തോഷത്തോടെ അവരുമായി സംഗമിക്കാനുമുള്ള മഹാസൗഭാഗ്യം നൽകി അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമുക്ക്, നമ്മുടെ മക്കൾക്ക്, ഭാവി സന്തതി പരമ്പരകൾക്ക് ഹിദായത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹു റസൂലിനോട് ചേർന്ന് നിൽക്കുന്ന, പരലോക നാളിനെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുള്ള, സ്വർഗത്തെ സ്വപ്നം കണ്ട് വളരുന്ന നല്ല തലമുറകൾ, മക്കൾ നമുക്കുണ്ടാകണം. അള്ളാഹു മഹാസൗഭാഗ്യം നൽകി നമ്മുടെ എല്ലാ ഉമ്മമാരെയും അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോക നാളിൽ സ്വർഗപ്രവേശന വേളയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട സഹാബാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണവർ, അവരെ കൺകുളിർക്ക് കാണാനുള്ള സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബിനെ ഏറ്റവും സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിൽ നിന്ന് നമ്മുടെ പേര് പറഞ്ഞു വിളിക്കണം, നമ്മുടെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് സലാം പറയണം. ആ മഹാസൗഭാഗ്യം നൽകി അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.